വലിയവനായ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം 40 ദിവസത്തെ തിരുവചന ധ്യാനത്തിനായി രാവിലെയും വൈകിട്ടും പതിവായി കൂടി വരുവാൻ ദൈവം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൃപയാൽ ദൈവം നമ്മെ സഹായിച്ചു. നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവ് നിങ്ങളെ അത്ഭുതവും അതിശയകരമായി സൂക്ഷിക്കുന്നതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പമല്ലാത്ത ശാരീരിക ക്ലേശങ്ങൾ എനിക്കുമുണ്ട്, നിങ്ങളിൽ പലർക്കുമുണ്ട്. എങ്കിലും ഞാൻ പറയാറുണ്ട്, തോട്ടമുണ്ട്, തൊഴിലാളി പ്രശ്നമുണ്ട്, വസ്തുവുണ്ട്, ചിലപ്പോൾ അതിരുതർക്കമുണ്ട്. ഇതെല്ലാം അതിൻ്റെ സൈഡിൽ കിടക്കും. എന്നാൽ നമ്മൾ വിളിച്ചവൻ നമ്മോടൊപ്പം ഉള്ളത് കൊണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ലായകയാൽ ഏറിയ ധൈര്യത്തോടും പ്രതീക്ഷയോടും കൂടെ നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് മുന്നേറണം. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലുത് നമ്മുടെ ദൈവമാണ് എന്ന കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ തിരതള്ളി കയറിയാൽ ഈ കാണുന്ന പ്രശ്നങ്ങളെയൊക്കെ ചെറുതായി നമുക്ക് കാണാനേ കഴിയുകയുള്ളൂ. എപ്പോഴാണ് നമ്മുടെ ദൈവത്തിന്റെ വലിപ്പത്തെക്കുറിച്ചും ദൈവശക്തിയുടെ ആഴങ്ങളെക്കുറിച്ചും ഉള്ള തലങ്ങൾ നമ്മൾ അറിയാതെ ഇഗ്നോർ ചെയ്ത് പോകുന്നത്, ആ സമയത്ത് നാം കാണുന്ന തിരയെ നോക്കി നമ്മൾ അങ്കലാപ്പോടെ ചോദിക്കും, ശിഷ്യന്മാർ ചോദിക്കുന്നത് പോലെ, അയ്യോ യജമാനെ, നമ്മൾ എന്തോ ചെയ്യുമെന്ന് ഏലിശയോട് ചോദിച്ചതുപോലെ, ഞങ്ങൾ നശിക്കുന്നതിൽ വിചാരമില്ലയോ എന്ന് ചോദിച്ചതുപോലെ. എന്നാൽ നമ്മളിൽ ഉള്ളവൻ കാറ്റിന്മേൽ അധികാരമുള്ളവനും കടലിന്റെ മേൽ അധികാരമുള്ളവനും പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനും സകല രോഗങ്ങളുടെ മേൽ അധികാരമുള്ളവനും സകല അശുദ്ധാത്മാക്കളുടെ മേലും അധികാരമുള്ളവനും രാജാക്കന്മാരുടെ മേൽ അധികാരമുള്ളവൻ, അവരുടെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ നീർത്തോട് കണക്കേയിരിക്കുന്നു, ഇഷ്ടമുള്ള ഇടത്തേക്ക് അവിടുന്ന് അത് തിരിപ്പിക്കുന്നു. സർവോപരി മരണത്തിന്മേലും ജീവന്റെ മേലും അധികാരമുള്ളവനാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ ദൈവം എന്നുള്ള ഉറപ്പ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, നമ്മുടെ ഉള്ളം പറയും, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയാകും. എൻ്റെ മുമ്പിൽ അത് പർവ്വതമാണെങ്കിലും എന്നെ അഭിഷേകം ചെയ്ത ദൈവാത്മാവിന്റെ മുമ്പിൽ അത് സമഭൂമിയാണ്. പ്രൈസ് ഗോഡ്. ഉയർന്ന് പർവ്വതം നിൽക്കുമ്പോൾ അപ്പുറത്തുള്ളതൊന്നും കാണാൻ എനിക്ക് നിങ്ങൾക്കും കഴിയില്ല. എന്നാൽ അത് ആത്മാവിൽ കാണുമ്പോൾ അതിനെ സമഭൂമിയാക്കുന്ന ഒരു അഭിഷേകം, അതിനെ സമഭൂമിയാക്കുന്ന ഒരു ദൈവകൃപ നിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ, വചനം പറയുന്നു, നിന്റെ കാലുകളെ കലമാൻ പേടയ്ക്ക് തുല്യമായി ഗിരികളിൽ ഓടുമാറാക്കുന്നവനാണ് എൻ്റെ ദൈവം. ഒരു ചുവട് പോലും മുന്നോട്ട് വയ്പ്പാൻ നമുക്ക് കഴിയില്ല എന്ന് പലപ്പോഴും നമ്മുടെ പ്രതിയോഗി പറയും. ഇനി നിനക്കൊരു വഴിയില്ല എന്ന് പിശാച് പറയും. നിന്റെ മുമ്പിൽ ഒരു പോസിബിലിറ്റിയും ഇല്ല എന്ന് പിശാച് പറയും. എപ്പോഴും നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുമ്പോൾ അവിടെ നിന്ന് പതറാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനെ ജയിക്കുന്ന ആത്മാവിൽ നിറഞ്ഞ് സ്തുതിപ്പാൻ ദൈവമക്കൾ തയ്യാറാകണം. അതിനെ ജയിക്കുന്ന സ്തോത്രം പറഞ്ഞ് മുന്നേറാൻ തയ്യാറാകണം. അതിനെ അതിജീവിക്കും അരഗജുടകതിനി ഹതൽഗജനകസിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലും ഈ ദൈവവചന പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആത്മാവിൽ ഒരു ഒരുക്കത്തിനായി ദൈവമക്കൾ തയ്യാറെടുക്കുവാൻ ഞാൻ താഴ്മയോട് നിങ്ങളെ ഓർപ്പിച്ചുണർത്തുകയാണ്. ഈ ദിവസങ്ങളിൽ നാം ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് 44-ാമത്തെ ക്ലാസ്സാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതല്ല, ആത്മാവിൽ നിറഞ്ഞ് കവിയുന്ന ഒരു തലം നിങ്ങളിൽ ഉണ്ടാകണം. നിങ്ങളുടെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ഈ തിരുവചനം വ്യാപരിക്കണം. ഈ വചനം സൗഖ്യത്തിന്റെ വചനമാണെങ്കിൽ ഈ ദിവസങ്ങളിലെ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് നിങ്ങളിൽ ഒരു ഹീലിംഗ് ആവശ്യമാണ്. പലരാൽ നിങ്ങൾ ഇന്നലകളിൽ മുറിവേറ്റവരാണെങ്കിൽ അതേ ക്ഷമിക്കാൻ കഴിയാത്തതും അതേ മറക്കാൻ കഴിയാത്തതും പൊറുക്കാൻ കഴിയാത്തതും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ മനസ്സില്ലാത്തതുമായി കെട്ടിക്കിടക്കുന്ന പലരാൽ കിട്ടിയ നൊമ്പരങ്ങൾ ഒരുപക്ഷെ സ്വന്തം രക്തത്തിൽ നിന്നാകാം, സ്വന്തം ജീവിത പങ്കാളിയിൽ നിന്നാകാം, സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്നാകാം, സഹോദര കുടുംബങ്ങളിൽ നിന്നാകാം, ബന്ധുമിത്രാദികളിൽ നിന്നാകാം, കൂട്ടുവേലക്കാരിൽ നിന്നാകാം, സഹവിശ്വാസികളിൽ നിന്നാകാം, നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിന്നാകാം, നിങ്ങളുടെ ടീം ലീഡേഴ്സിൽ നിന്നാകാം, അല്ലെ ടീം മെമ്പേഴ്സിൽ നിന്നാകാം. എനിവേർ
ഇൻ എനി മെത്തേഡ്, ഇനി എനി റീസൺ നിങ്ങളുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന മുറിവുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും. സ്ഥിരമായി പറയുന്ന അന്യഭാഷയൊക്കെ നിങ്ങൾക്ക് പ്രേരണ ഇല്ലെങ്കിൽ പോലും പറയാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷെ അതല്ല നമുക്ക് ആവശ്യം. അകത്തു നാളിക്കത്തുന്ന ഒരു ആത്മശക്തിയും അകത്തു നാളിക്കത്തുന്ന ആത്മാവിന്റെ ധ്വനിയുടെ ശബ്ദവും നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ ഏറ്റുപറയേണ്ടത് ഇന്ന് രാത്രി നിങ്ങൾ ഏറ്റുപറയണം. അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ മതിയാവൂ. അമ്മേ, കർത്താവ് ക്ഷമിക്കാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്തിന് കാര്യമാക്കണം? കർത്താവ് കാര്യമാക്കാത്തതിന് എന്തിന് നിങ്ങൾ കാര്യമാക്കണം? ക്രൂശിൽ കേട്ട ശബ്ദം ക്ഷമിക്കുക എന്നുള്ളല്ലേ. 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജിലൂടെ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾ നോവിച്ചെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ നിങ്ങളുടെ അസാന്നിധ്യമായിരിക്കും. തൻ്റെ സമ്മർദ്ദം കാരണം, പ്രഷർ കാരണം, അല്ലേ സ്ട്രെസ് കാരണം എന്തെങ്കിലും പറഞ്ഞു നമ്മൾ അതിന്റെ വല പിടിച്ച് തൂങ്ങി അത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിന്റെ പ്രാർത്ഥന ഉയരത്തിലെത്തത്തില്ല. ഇന്ന് രാത്രി വിട്ടുകളയേണ്ടത് പൂർണ്ണമായി വിട്ടുകളയണം. ഒഴിവാക്കേണ്ട വിഷയം പൂർണ്ണമായി ഒഴിവാക്കണം. അജലര ഘടകമനഗസിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മളെ ഒരു ആത്മാവിൽ ഒരു ഒരുക്കത്തിനായി ദൈവസന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പ്രൈസ് ഗോഡ്. അറിവ് ശേഖരിച്ചു പോകുകയല്ല ആവശ്യം. അറിവ് നമ്മളിൽ വെളിവുണ്ടാക്കണം, ബോധമുണ്ടാക്കണം, മടങ്ങിവരമുണ്ടാക്കണം, രൂപാന്തരമുണ്ടാക്കണം. എന്നും നിങ്ങൾക്ക് മീൻ തരുവാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ മീൻ പിടിക്കുന്നവരായി മാറിയേ മതിയാകുകയുള്ളൂ. അനേകം ആത്മാക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടേണ്ടതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം വിളിച്ചിരിക്കുന്നെങ്കിൽ അതിന് മതിയായ ഒരു അഭിഷേകം, അതിന് മതിയായ ഒരു നിയോഗം, അതിന് മതിയായ ഒരു കാഴ്ചപ്പാട്, അതിന് മതിയായ ഒരു ആത്മശക്തി, അതിന് മതിയായ ഒരു ആത്മധൈര്യം, അതിന് നിങ്ങളെ പുറപ്പെടുവിക്കുന്ന ഒരു നിയോഗമൊക്കെ നിങ്ങളുടെ മേൽ പകർന്നേ മതിയാകുകയുള്ളൂ. ഓ, രക്തത്താൽ ജയം. ഹല്ലേലൂയ. എല്ലാവരും ആത്മനേരം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വ്യത്യസ്ത കൃപകൾ പ്രാപിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. വ്യത്യസ്ത വരങ്ങൾ പ്രാപിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. നീ ഭയപ്പെടുന്നതിനെ ശാസിക്കാനുള്ള ഒരു അധികാരം പ്രാപിച്ച് ഇന്ന് രാത്രി ഇവിടുന്ന് പിരിയാവും. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ വാതിലുകൾ ആത്മാവിൽ വെട്ടി തുറക്കുന്ന ഒരധികാരത്തിന്റെ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ. ആകാശം 3.5 വർഷം അടഞ്ഞുപോയെങ്കിൽ തന്റെ മുഴങ്കാൽ മഴയ്ക്കായി പ്രാർത്ഥിച്ചപ്പോൾ അത് തുറന്നു വന്നു. മഴ പെയ്യരുതെന്ന് മേഘങ്ങളോട് കൽപ്പിക്കുമെന്ന് ആമേൻ ദൈവം തമ്പുരാൻ തന്നോട് ചേർത്ത് പറഞ്ഞതുപോലെ ആമേൻ തന്റെ മുഴങ്കാൽ പ്രാർത്ഥന ആമേൻ ഹല്ലേലൂയ വലിയ പെരുമഴയെ കൊണ്ടുവന്നതുപോലെ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന ഒരു വലിയ ആത്മമാരി നിന്റെ ഭവനത്തിൽ ഇറങ്ങണം, നിന്റെ ജീവിതത്തിൽ ഇറങ്ങണം, നിന്റെ കൂട്ടായ്മയിൽ ഇറങ്ങണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചതഞ്ഞോട് ഒടിക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം ഇന്ന് രാത്രിയിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അല്പനേരം പ്രാർത്ഥിക്കാൻ ദൈവാത്മാവിനെ നിയോഗിക്കുന്നു. എല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാട്ടെ, ഒരു ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. പ്രമാന ഓ ധുരജലഘടകമനഗസി അന്തൽ ഗജാനഗദിനി ദീപപാരഘടകാശകതുനി ഘടകസി അർത്ഥൽ പ്രമാണ ഘടകദിനി. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. ക്ഷമിക്കാനുള്ളവരോടെല്ലാം ക്ഷമിച്ചു പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഏറ്റുപറയാനുള്ളതെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ദൈവത്തിന്റെ വലിയ പ്രസൻസ് നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറണം. ഹൃദയങ്ങളെ തന്നെ കീറണം. ഓ പ്രൈസ് ഗോഡ്. ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നു. ആമേ ജീവിതത്തിൽ മതിയായ ഒരു രൂപാന്തരം നിങ്ങൾ ആഗ്രഹിക്കുന്നു, സ്വഭാവ രൂപീകരണം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേവലം ഒച്ചയായി മാറരുത്, ആത്മാവിന്റെ നിയോഗമായി മാറണം. ഓ ഹല്ലേലൂയ. അത് ചിലപ്പോൾ ഞരക്കമായിരിക്കും, അതിന് വലിയ ശബ്ദങ്ങളോ സാഹിത്യങ്ങളോ ഒന്നും കാണത്തില്ല. പക്ഷെ ഉള്ളിൽ നിന്ന് നൊന്തുപൊങ്ങുന്ന ആ ഞരക്കത്തിന്റെ ശബ്ദം ഓ രക്തത്താൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. യെസ്. Oh, hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. ഓ ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് അങ്ങയുടെ വലിയ സാന്നിധ്യം ആവശ്യമാണ്. കഴിഞ്ഞ 43 പരം ക്ലാസ്സുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. ആമേൻ ജീസസ്. ഹല്ലേലൂയ. നെഹമ്യാവിനെ പോലെ ഇടിഞ്ഞു കിടക്കുന്നത് പണിയേണ്ടതിന് എന്നെ എഴുന്നേൽപ്പിക്കണമേ. നിന്റെ ഭവനം ഇടിഞ്ഞു കിടക്കുന്നെങ്കിൽ അത് പണിയാൻ നിന്നെയാണ് കണ്ടിരിക്കുന്നത്. നിന്റെ കുടുംബജീവിതം പൊളിഞ്ഞു പോയെങ്കിൽ അത് പണിയാൻ സ്വർഗമാണ്
നെഹമ്യാവിന്റെ സ്ഥാനത്ത് നിന്നെ കണ്ടിരിക്കുന്നത്. നിന്റെ കൂട്ടായ്മ പൊളിഞ്ഞു പോയെങ്കിൽ അത് പുനഃപ്പണി ചെയ്യുവാൻ കർത്താവ് നിന്നെയാ കണ്ടിരിക്കുന്നത്. നിന്റെ ചർച്ച് തകർന്നു പോയെങ്കിൽ ആ സ്ഥലത്ത് എഴുന്നേറ്റ് പണിയാൻ ദൈവമാണ് നിന്നെ കണ്ടിരിക്കുന്നത്. തകർന്നുപോയ ദൈവദാസന്മാരുണ്ടോ, അവരെ കൂട്ടിയിണക്കി അവിടെ കൂട്ടായ്മ രൂപീകരിക്കാൻ കർത്താവ് നിന്നെയാ കണ്ടിരിക്കുന്നത്. കാരണം പ്രമുഖന്മാരെ വിളിച്ചു, പ്രമാണികളെ വിളിച്ചു, സകല ജനത്തെയും വിളിച്ചുകൂട്ടി. നിയോഗം പ്രാപിച്ചവൻ വിളിച്ചാൽ ജനം കൂടും, നിയോഗം പ്രാപിച്ചവൻ ഇറങ്ങിയാൽ പണി നടക്കും. ദൈവം അയച്ചവൻ വന്നാൽ ഏത് പൊളിഞ്ഞതിനെ പണിത് അത് മഹത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അയക്കുന്നവനാൽ സാധിക്കും. ഇന്ന് രാത്രി നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം നിങ്ങളെ അയച്ചാക്കിയതാണെന്ന് ആത്മാവിൽ വിളിച്ചു പറ. Thank you, Jesus. Rama Shukaradini Hadakamaragachasi Alka Pramana Gadagashasi. യേശുവിന്റെ നാമത്തിൽ നിന്റെ തകർന്ന് ആമേൻ ഹല്ലേലൂയ അതേ തകർന്ന് പിരിയാനുള്ള വക്കിലെത്തിയിരിക്കുന്ന ബന്ധങ്ങളെ ഇന്ന് രാത്രി വെൽഡ് ചെയ്യുന്നത് പോലെ റീജോയിൻ ചെയ്യിപ്പിക്കുവാൻ എവിടെയൊക്കെ തൊടണം അവിടൊക്കെ ദൈവത്തിന് തൊടാൻ കഴിയും. എവിടൊക്കെ രൂപാന്തരപ്പെടുത്തണം അവിടെയെല്ലാം രൂപാന്തരപ്പെടുത്താൻ കഴിയും. എവിടെയൊക്കെ മടക്കി വരുത്താണമോ അവിടെയെല്ലാം മടക്കി വരുത്താൻ കഴിയും. റിബല്യസ് ആയിട്ടുള്ള തലമുറകളാണോ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലയെറിഞ്ഞ് പിടിക്കുവാൻ, ദൈവത്തിന്റെ ചൂണ്ടൽ കൊളുത്തിൽ പിടിച്ചെടുക്കുവാൻ, വ്യക്തിപരമായി ദൈവത്തിന് തൊടേണ്ട സ്ഥലത്ത് തൊട്ട് സംസാരിക്കേണ്ട വിധത്തിൽ സംസാരിച്ച് മടക്കി വരുത്തേണ്ട വിധത്തിൽ മടക്കി വരുത്തി ഇന്ന് രാത്രിയിലും തിരിച്ചു വരുത്തുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. എല്ലാ വിധിയെഴുത്തുകളും ഇന്ന് രാത്രി പൊളിച്ചു കളയുമെന്ന് യേശുവിന്റെ നാമത്തിൽ നീ വിളിച്ചു പറ. എത്ര ആഭിചാരമുണ്ടെങ്കിലും എത്ര ക്ഷുദ്രപ്രയോഗമുണ്ടെങ്കിലും ആഭിചാരം ഇസ്രായേലിലും ഫലിക്കത്തുള്ള വചനമുണ്ട്. ചോരത്തിൽ യാചരിച്ചവന്റെ വീട്ടിൽ മന്ത്രവാദിയുടെ ശക്തിക്ക് പ്രവേശനമില്ല. കുഞ്ഞെ, ഒരു കുഞ്ഞാട് വീട്ടിൽ അറുക്കപ്പെട്ടിടത്തോളം ശകുനവാദികൾക്ക് നിന്റെ വീട്ടിനകത്ത് കാലുകുത്താനോ അവന്റെ ശക്തിക്ക് നിന്നെ നോക്കാൻ പോലും കഴിയത്തില്ല. കാരണം മന്ത്രവാദത്താൽ നീക്കാൻ കഴിയാത്ത അനർത്ഥം അവരുടെ മേൽ തിരിച്ചു കടന്നിയാലും ഇന്ന് രാത്രി ആത്മാവിൽ നീ ബലപ്പെട്ടേ മതിയാകിയുള്ളൂ. ക്ഷുദ്ര ശക്തികളെ ഭയന്ന്, ആഭിചാര ശക്തികളെ ഭയന്ന്, മന്ത്രവാദ ശക്തികളെ ഭയന്ന് ഇന്ന് രാത്രി നീ ആയിരിക്കുന്നെങ്കിൽ നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവശക്തി കൊണ്ട് അതിനെയൊക്കെ കരിച്ചു കളയാൻ കഴിയുന്ന അഭിഷേകത്തിന്റെ തീ ജ്വാലയിലേക്ക് ഇന്ന് രാത്രി നീ തിരിച്ചു വരണം. Oh Jesus, wonderful Jesus. Oh na khabara dunarayala ashadal gadalagasi. ഒരിക്കൽ പ്രാപിച്ച അഭിഷേകം നിനക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ചോർന്നു പോയെങ്കിൽ ഇന്ന് രാത്രി അത് തിരികെ പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിനെ കരയുന്ന രാത്രിയായി തീരട്ടെ. ഓ ഹല്ലേലൂയ. കരിഞ്ഞുണങ്ങിയ ചെടി പോലെ ആയിരിക്കാനല്ല, ഇലവൊഴിഞ്ഞ വൃക്ഷം പോലെ ആയിരിക്കാനല്ല, വേരുണങ്ങിപ്പോയ ഹല്ലേലൂയ അതേ ഫലമുണ്ടായിരുന്ന വൃക്ഷം പോലെ അല്ല. ഇന്ന് രാത്രിയിൽ ഉണങ്ങിയ വേരിൽ ആത്മാവിന്റെ ജീവൻ പകരട്ടെ. ജീവജല നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകുന്ന പോലെ കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ഒരൊഴുക്കുണ്ടാകും. എങ്ങനെ? ജീവനുള്ള നദിയുടെ ഒരൊഴുക്കുണ്ടാകും. ഓ ജീസസ് ഹല്ലേലൂയ. വറ്റിയ ഉറവ് പോലെ നീ ആയിരിക്കാനല്ല, വറ്റിയ തോട് പോലെ നീ ആയിരിക്കാനല്ല. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഒരു ആത്മശക്തിയുടെ തലം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. രക്തത്താൽ ജയം എല്ലാവരുടെ മേലും ദൈവിക ജീവൻ വ്യാപരിക്കട്ടെ. ഓ രക്തത്താൽ കൃപാവരങ്ങൾ കർത്താവേ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ വെളിപ്പെടട്ടെ. ദൈവിക രോഗശാന്തി അവരുടെ വെളിപ്പെടട്ടെ കർത്താവേ. അശുദ്ധാത്മാക്കളുടെ മേലുള്ള അധികാരം വെളിപ്പെടട്ടെ കർത്താവേ. വചനത്തിന്റെ ശക്തിയാൽ നടക്കേണ്ടതൊക്കെ അസാധാരണമായ നിലയിൽ നടക്കുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു പുതിയ ബലം രോഗാത്മാക്കളാൽ ഭാരപ്പെടുന്നവരുടെ മേൽ ഈ രാത്രി സൗഖ്യം വ്യാപരിക്കുക മാത്രമല്ല, ദൈവിക രോഗശാന്തിയോടുകൂടി ആ വരത്തോടുകൂടി അവർ സൗഖ്യം പ്രാപിക്കട്ടെ. 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ലെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ലെന്ന് എഴുതിയിരിക്കുന്നത് പോലെ. യെസ്,
ഓ, നിങ്ങളുടെ തലമുറയുടെ മേൽ അത് വ്യാപരിക്കട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളിന്മേൽ അത് വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അടുത്താരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ കരം കോർത്തു പിടിച്ച് അല്പനേരം പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. വലിയ വിശ്വാസം പകരപ്പെടേണ്ട കർത്താവേ, വലിയ പ്രത്യാശ കൊണ്ട് നിറയപ്പെടേണ്ട കർത്താവേ, വലിയ ധൈര്യം കൊണ്ട് നിറയപ്പെടേണ്ട കർത്താവേ, വലിയ വീര്യ പ്രവർത്തികൾ അവരിലൂടെ നടക്കേണ്ടതിനായി ഈ അന്ത്യകാലത്ത് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഓ, കുഴഞ്ഞ മുഴങ്കാലുകൾ നിവരട്ടെ. പ്രാർത്ഥിക്കാൻ സമ്മതിക്കാതെ മനസ്സിനെ മടിപ്പിച്ച് ആകുല ചിന്തകളിട്ട് മനോക്ലേശങ്ങളാൽ ആവരണം ചെയ്യിപ്പിച്ച് മരിച്ചാൽ നല്ലത് എന്നുപോലും പ്രേരിപ്പിക്കുന്ന തലങ്ങളിലായിരിക്കുന്ന ജീവിതമേ, ഇന്ന് രാത്രി ദൈവാത്മാ നിന്നോട് അരുൾ ചെയ്യുകയാണ്, നിന്റെ രട്ടടിച്ച് സന്തോഷമെടുപ്പിക്കുന്ന രാത്രിയായത്. ഓ ജാന മാന ധൂരാ ബാബാ. ഓ ഹല്ലേലൂയ. കടൽ തീരത്ത് ചെന്ന് പാദം വയ്ക്കുമ്പോൾ വെള്ളത്തിന്റെ ഈർപ്പം മാറി നിൽക്കും. കാലുവലിക്കുമ്പോൾ തിരിച്ചു വരുമെന്ന് പറയുന്നത് പോലെ പലപ്പോഴും വചനം കേൾക്കുമ്പോൾ നിരാശ മാറും, സങ്കടം മാറും, ഭാരം മാറും, ഭയം മാറും. എന്നാൽ പിന്നെയും ഒറ്റപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ വല്ലാതെ ആകുല ചിന്തകളാൽ അലട്ടുന്ന വിഷയം പോലെ മനസ്സിനെ അലട്ടി ഉള്ളിൽ തീരീറ്റുന്നതായ എല്ലാ നെഗറ്റീവ് എനർജികളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഒരു മരപ്പെട്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. ഓ, ഒരുവൻ 1000-ത്തെയും രണ്ടുപേർ 10,000-ത്തെയും ഓടിക്കുമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഇന്ന് രാത്രിയിൽ അസാധാരണമായ വലിയ ദൈവകൃപ കൊണ്ട് ഓരോരുത്തരുടെ മേലും അത് നിറയട്ടെ കർത്താവേ. Mighty name of Jesus, 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 mighty name of Jesus. ഹല്ലേലൂയ. നിന്റെ മക്കൾ പാദം വെക്കുന്ന ദേശം വിടുവിക്കപ്പെടട്ടെ. അവർ കരം കൊടുക്കുന്ന ജീവിതങ്ങൾ സൗഖ്യമാകട്ടെ. ആമേൻ. അവർ കൂടുന്ന കൂട്ടായ്മയിൽ കർത്താവേ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ വലിയ റിവൈവൽ നടക്കട്ടെ കർത്താവേ. അവരുടെ ലീഡേഴ്സ് ഉണർത്തപ്പെടട്ടെ കർത്താവേ. അവരുടെ പ്രാർത്ഥനയാൽ ഉണർത്തപ്പെടട്ടെ കർത്താവേ. നിന്റെ മക്കൾ വചനം പഠിക്കുന്ന കർത്താവേ, ഇതുവരെ ഇല്ലാത്ത ദൈവപ്രവൃത്തി അത് നടക്കട്ടെ കർത്താവേ. ഫെലോഷിപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കർത്താവേ, വിശ്വാസത്തോടെ അവർ മുട്ടുകുത്തി ചില ജീവിതങ്ങൾ അവരുടെ മുന്നിൽ പ്രാർത്ഥിക്കേണ്ടതിനായി കടന്നു വരട്ടെ കർത്താവേ. വചനത്തിന്റെ വാതിൽ ഇന്ന് രാത്രി അവർക്കായി പരിശുദ്ധാത്മ തുറക്കട്ടെ കർത്താവേ. യെസ്. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ Oh Jesus. Oh Jesus. Hallelujah. Thank you, Holy Spirit. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എന്റെ ജനത്തിനുമേ അസാധാരണമായ ഒരു ആത്മഭാരം വഹിക്കണമേ, അസാധാരണമായ ഒരു ആത്മഭാരം വഹിക്കണമേ, അസാധാരണമായ ഒരു ആത്മഭാരം വഹിക്കണമേ. ഓ ജീസസ്. ഓ ജീസസ്. നന്ദി യേശുവേ. ഇനിയുള്ള നാൾ ആത്മാക്കൾക്ക് വേണ്ടി കരയുക നമ്മളെ പൂർണ്ണമായി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഓ റാബാ ശക്കാരാ ബാബാ. ഓ അധരം തുറന്ന് അല്പനേരം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഈ അന്ത്യനാളിൽ ശിശുക്കളുടെ വായിൽ പുകഴ്ച കൽപ്പിച്ചിരിക്കുന്നു എഴുതിയിരിക്കുന്ന പോലെ, ശിശുക്കളുടെ വായിൽ പുകഴ്ച കൽപ്പിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു പോലെ ഈ ദിവസങ്ങളിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ, ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ. യെസ്, യെസ്. ഓ റാബാശൽ ഖമമാനഗ ഉറബാലഗടഗതി ശതേരിഗദൽ ഗജനഗസിയാനഗ യേശുവിന്റെ നാമത്തിൽ ചെയ്യും. പ്രൈസ് ഗോഡ്. കർത്താവേ സ്തോത്രം. ഓ ജീസസ്. ഹല്ലേലൂയ. ഓ
എല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ, ആവശ്യബോധത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഇടിവിൽ നിന്ന് കരയുവാൻ ദൈവം നിന്നെ വിളിച്ചെങ്കിൽ, ദേശത്ത് കാവൽക്കാരനായി സ്വർഗം നിന്നെ കണ്ടതുകൊണ്ടാണ്. മതിൽ കെട്ടാൻ കർത്താവ് വിളിച്ചെങ്കിൽ, ആ പിളർപ്പിൽ കയറി നിൽപ്പാൻ വിളിച്ചെങ്കിൽ, ഓ ജീസസ്, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ ജാനാമാന ശുഠാരാ ബാബാ ബാബാ അൽക്കാ പ്രമനാദി ഗരഘടക ശതുരി ഘടകമമാനഗതി അന്തൽ ഗജനഗധിനി ഘടകമമാലഗതിനി. യേശുവിന്റെ നാമത്തിൽ ദൈവകൃപയായി, ദൈവകൃപ പകരണമേ കർത്താവേ. ഏറിയ തീഷ്ണതയോടെ കരയുവാൻ, ഏറിയ ആത്മഭാരത്തോടെ കരയുവാൻ, ഏറിയ നിറവോടെ കരയുവാൻ നിങ്ങളുടെ മുഴങ്കാൽ ആത്മാവിന്റെ മഴ കൊണ്ടുവരുന്ന ഒരു രാത്രിയായി തീരട്ടെ. ഓ, നിങ്ങളുടെ പ്രാർത്ഥന അനേകരെ ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ ശബ്ദമായി മാറട്ടെ. ഹല്ലേലൂയ. ഓ ജീസസ്, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുന്ന ഒരു ആത്മതല നിങ്ങളിൽ വെളിപ്പെടട്ടെ. ഓ ജീസസ്, ദൈവകൃപ, 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 ദൈവകൃപ അധികം പകരട്ടെ, അധികം പകരട്ടെ, അധികം പകരട്ടെ, അധികം പകരട്ടെ, അധികം പകരട്ടെ, അധികം പകരട്ടെ കർത്താവേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം. ഓ ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ബി ടു ജീസസ്. ആമേൻ. ആത്മഭാരത്തിന്റെ ഗാനം കേട്ടു. ഇനിയുള്ള നാൾ ആത്മാക്കൾക്കായി കരഞ്ഞിടുക കൈപ്പോടെ നാം. ഇനിയുള്ള നാൾ ആത്മാക്കൾക്കായി കരഞ്ഞിടുക കൈപ്പോടെ നാം. ആര് കരയും, ആര് പോകും, ആർ പ്രസംഗിക്കും, ചിലവഴിക്കും. ആര് കരയും, ആര് പോകും, ആർ പ്രസംഗിക്കും. വിലപ്പെട്ട ദൈവത്തിൻ പൈതലേ നീ ആത്മാക്കൾക്കായി കരഞ്ഞിടുക. വിലപ്പെട്ട ദൈവത്തിൻ പൈതലേ നീ ആത്മാക്കൾക്കായി കരഞ്ഞിടുക. ഇനിയുള്ള നാൾ ആത്മാക്കൾക്കായി കരഞ്ഞിടുക കൈപ്പോടെ നാം. ഇനിയുള്ള നാൾ ആത്മാക്കൾക്കായി കരഞ്ഞിടുക കൈപ്പോടെ നാം. കണ്ണുള്ള നീ കരഞ്ഞിടുമോ, വിളിയുള്ള നീ പോയിടുമോ. കണ്ണുള്ള നീ കരഞ്ഞിടുമോ, വിളിയുള്ള നീ പോയിടുമോ. നിയോഗമുള്ള നീ പ്രസംഗിക്കുമോ, ധനമുള്ള നീ ചിലവിടുമോ. നിയോഗമുള്ള നീ പ്രസംഗിക്കുമോ, ധനമുള്ള നീ ചിലവിടുമോ. ഉള്ള നാൾ ആത്മാക്കൾക്കായി കരഞ്ഞിടുക കൈപ്പോടെ നാം. ഇനിയുള്ള നാൾ ആത്മാക്കൾക്കായി കരഞ്ഞിടുക കൈപ്പോടെ നാം. കണ്ണീർ കൊണ്ട്
ചെയ്യാം വകരകളെ എന്നും എന്നും ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ അഭിഷേകത്തിൽ നിറഞ്ഞിരിക്കാം ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ അഭിഷേകത്തിൽ നിറഞ്ഞിരിക്കാം ഇനിയുള്ള നാൾ ആത്മാക്കൾക്കായി കരഞ്ഞിടുക കൈപ്പോടെ നാം ഇനിയുള്ള നാൾ ആത്മാക്കൾക്കായി കരഞ്ഞിടുക കൈപ്പോടെ നാം. ഇതിനെ ആത്മഭാരത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ. ഞാൻ ആ സോങ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സോങ് പഠിക്കുവാനും അത് ഗ്രഹിക്കാനും ഒക്കെ കർത്താവ് കൃപ നൽകട്ടെ. നാം ഒരു പ്രത്യേക നിയോഗത്താൽ അല്പനേരം നമ്മൾ പ്രാർത്ഥനയ്ക്കായി ചെലവിടാനിടയായി. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ് കാണും. നാം പതിവായി പഠിച്ചു വരുന്നത് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ആണല്ലോ. നാം കുറിവാക്യം സാധാരണ വായിക്കുന്നു പോലെ നമ്മൾ ഈ പ്രാവശ്യം അത് വായിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാര്യം അതിനകത്ത് കാണുന്നത് അധികാരികളുടെ പരിഹാസ നിമിത്തം നിയോഗം ലഭിച്ചവൻ ദൈവം അയച്ച കാര്യത്തിൽ നിന്ന് പിൻവാങ്ങിയില്ല എന്നുള്ളതാണ്. നമ്മളെ വെല്ലുവിളിക്കുന്നവരുടെ നടുവിൽ പലപ്പോഴും നമ്മൾ കുണ്ഠിതരായി എളിപ്പരായി നിൽക്കാൻ ചില സന്ദർഭങ്ങളിടെയാണ്. ഞങ്ങളുടെ മിഷൻ ഫീൽഡുകളിൽ അങ്ങനെ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോയി. ഞങ്ങൾ പട്ടാള ക്യാമ്പുകളിൽ സ്ഥിരമായി പ്രവർത്തനത്തിന് പോകുന്നവരാ, പക്ഷെ ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോയി. BSF ക്യാമ്പിന്റെ ഒരു കവാടത്തിന്റെ മുന്നിൽ ഞങ്ങൾ ചെന്ന്, ഞാനും കർത്താവിന്റെ ദാസൻ ഷിബു മാത്യു, ഞങ്ങൾക്ക് നിയമങ്ങൾ അറിയാം. ഞങ്ങൾ ഗാർഡ് റൂമിന്റെ അവിടെ വന്ന് ഞങ്ങളുടെ 2 സൈക്കിളേന്ന് ഞങ്ങൾ 2 പേരും ഇറങ്ങി. ഫ്ലാഗിന്റെ മുമ്പിൽ വരുമ്പോൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് സൈക്കിളേന്ന് ഇറങ്ങി ഞങ്ങൾ നടന്ന് മുന്നോട്ട് പോയി. ഗാർഡ് റൂമിന്റെ അവിടെ ആളില്ല. അല്പം മുന്നോട്ട് പോയപ്പോൾ കമാൻഡിങ് ഓഫീസറുടെ റൂമിന്റെ സൈഡിലുള്ള ഒരു സെക്യൂരിറ്റി ഓഫീസർ ഞങ്ങളോട് ചോദിച്ചു, എവിടെ പോകുന്നു കാഞ്ചാരെ, എവിടെ പോകും? അന്ന് എനിക്ക് ഭാഷ അറിയത്തില്ല. ഷിബു പറഞ്ഞു, ഞങ്ങളൊരു SIയെ കാണാനായിട്ട് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ടീക്ക് ജാക്കെ ജൽദി ആവും. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 പട്ടാളക്കാർ തോക്കുമായി ഞങ്ങളുടെ പുറകെ വന്നു. ഞങ്ങളോട് പറഞ്ഞു, പീച്ചേ മോഡ്, തിരിയാൻ പറഞ്ഞു, കൂടെ വരാൻ പറഞ്ഞു. കൂടെ വന്ന് ഞങ്ങളെ പിടിച്ച് കമാൻഡിങ് ഓഫീസറുടെ ഗ്രൗണ്ടിൽ നിർത്തി, മുറ്റത്ത് നിർത്തി. സ്തോത്രം. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ജൂനിയർ കമാൻഡർ ഇറങ്ങി വന്ന് ഞങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ ആരാണ്, എവിടുന്ന് വന്നു, ഇതെല്ലാം ചോദിച്ചു. അപ്പോൾ ഷിബു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ മിഷണറിമാരാണെന്ന് മനസ്സിലായി. എനിക്ക് തോന്നുന്നു അദ്ദേഹം ക്രിസ്ത്യാനി ആയിരിക്കും. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പെർമിഷൻ എടുത്തിട്ടാണോ വന്നത്? ഞങ്ങൾ പറഞ്ഞു, അതെ. സെക്രട്ടറി ഓഫീസർ ഞങ്ങളോട് പറഞ്ഞു, പോയിട്ട് വരാൻ. ടീക്ക് പോയി ബാത്തനി. അല്പം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ സ്റ്റേഷന്റെ കമാൻഡർ ഇറങ്ങി വന്നു. ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ പെർമിഷൻ എടുത്തിട്ടാണോ ഇതിനകത്ത് കയറി എന്ന് ചോദിച്ചു. ഷിബു പറഞ്ഞു, ജി ഹാം സാർ. അപ്പോഴേക്കും പുതിയ ആള് ഗാർഡ് റൂമിന്റെ അവിടെ ചാർജ് എടുക്കാൻ വന്നു. കമാൻഡിങ് ഓഫീസറിന്റെ കൂടെ നിന്ന പട്ടാളക്കാരോട് പറഞ്ഞു, വേഗം പോയി സെക്യൂരിറ്റി ഓഫീസറിനെ വിളിച്ചോണ്ട് വരാൻ. സെക്യൂരിറ്റി ഓഫീസറിനെ വിളിച്ചോണ്ട് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ ഇവർക്കകത്ത് പ്രവേശിക്കാൻ അനുവാദം കൊടുത്തു എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ബിൽക്കുൽ നെയ് എന്ന് പറഞ്ഞു, കയറാൻ അനുവാദം കൊടുത്തില്ല. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, ലേറ്റ് ആവും, കിടക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഷിബു വലത്തെ സൈഡിലും ഞാൻ ഇടത്തെ സൈഡിൽ നിൽക്കുകയാണ്. ഒറ്റയടി ചിളയ്ക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ 2 പേരുടെയും പെടലിക്ക് പിടിച്ച് ഒറ്റ തള്ളു കഴിയും. ഞങ്ങൾ 2 പേരും കമന്നടിച്ച് ആ മണ്ണിൽ വീണു, ആ ചരളിനകത്ത് വീണു. എൻ്റെ ചുണ്ട് മുറിഞ്ഞു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഈ വന്ന സെക്യൂരിറ്റിയോട് പറയുകയാണ്,
നീ ആ ഓഫീസിൽ ചെന്ന് ചൂരവടി എടുത്തുകൊണ്ട് വന്ന് ഇവരുടെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ ഇവരെ അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞു. Praise the Lord. അപ്പോൾ ഞങ്ങള് അതുപോലെ ഞങ്ങളുടെ 2 കൈയും പുറകോട്ട് പിടിച്ച് കെട്ടിവെക്കുന്ന പോലെ വെക്കാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വെച്ച് കമന്നിങ്ങനെ കിടക്കുകയാണ്. സ്തോത്രം. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പല സ്ഥലങ്ങളിലും. അതെ, ഈ എന്താ പറയുന്നത്, ഐഎസുകാർ ചെയ്യുന്ന പോലെ പുറകോട്ട് ഇങ്ങനെ ഞങ്ങളെ മലത്തി കടത്തിയിരിക്കുകയാണ്. സ്തോത്രം. അപ്പൊ എൻ്റെ ചുണ്ടിൽ നിന്ന് ചോര വരുന്നുണ്ട്. സ്തോത്രം. അപ്പൊ ഞാനിങ്ങനെ ഷിബുവിനോട് പറഞ്ഞു, ഷിബു, ഒന്നുകിൽ കർത്താവ് വിടിവിക്കണം, ഇല്ലെങ്കിൽ സഹിപ്പാൻ കൃപ കിട്ടണം. കാരണം ഭയങ്കര ഒരു സർദാർജിയാണ് അദ്ദേഹം, സ്റ്റേഷന്റെ കമാൻഡർ. അപ്പോൾ സത്യത്തിൽ സംഭവിച്ചത്, ഞങ്ങൾക്ക് പെർമിഷൻ തന്ന ആള് ഡ്യൂട്ടി ഓവർ കൊടുത്തിട്ട് പോവുകയായിരുന്നു. അപ്പോൾ അനുവാദം തന്ന ആളങ്ങ് പോയി. പുതിയതായി വന്ന ആള് ഞങ്ങളെ അറിഞ്ഞതും. ഇതാണ് സംഭവിച്ചത്. സ്തോത്രം. അപ്പോൾ കുറെ നേരം ഞങ്ങൾ അവിടെ കിടക്കുകയാണ്. വടിയെടുക്കാൻ അധികം ദൂരമൊന്നുമില്ല, ഒരു 200 മീറ്റർ ദൂരമേ ഉള്ളൂ. പക്ഷെ വടിയും കൊണ്ട് ആള് വരുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ആ സ്റ്റേഷൻ കമാൻഡറുടെ കാലില് നഖം വെട്ടുകയാണ് ഒരു പടയാളി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞങ്ങൾ ഉള്ളിൽ പ്രാർത്ഥിക്കുക, കർത്താവെ തല്ലുകൊള്ളണമെന്നുള്ളത് അങ്ങയുടെ പദ്ധതിയാണെങ്കിൽ ഞങ്ങൾ കടി കൊള്ളട്ടെ, സഹിപ്പാൻ കൃപ മതി. എന്നാൽ അങ്ങയുടെ ഹിതമല്ല ഞങ്ങൾ കൊള്ളുന്നതെങ്കിൽ വടിയും കൊണ്ട് വരുന്ന ആളിനെ തടയണമേ എന്ന് ഞങ്ങൾ ഉള്ളിൽ പ്രാർത്ഥിച്ചു. ഒരു 6-7 മിനിറ്റ് ആയിട്ടും ഈ വടി എത്തുന്നില്ല, വടിയും കൊണ്ട് ആള് വരുന്നില്ല. സ്തോത്രം. അപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ കോപം ശമിച്ചു. അതേ ഉറക്കെ പറഞ്ഞു, ഉട്ട്, എഴുന്നേക്കാൻ പറഞ്ഞു. അതെന്തായാലും മനസ്സിലായി കേട്ടോ. ഞങ്ങള് പെട്ടെന്ന് എഴുന്നേറ്റു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, ഭാഗോ ഇവിടുന്ന് ഓടിക്കോളാൻ പറഞ്ഞു. അതിന്റെ അന്തർനെ ഞാനാണ്. അയ്യോ, ഞാൻ തമാശനാണേലും ഈ വർക്കേഴ്സ് മീറ്റിംഗ് പറയാറുണ്ട്, അന്നത്തെ സ്പീഡിൽ സൈക്കിൾ ചവിട്ടിയതുപോലെ പോലെ ഒരിക്കലും സൈക്കിൾ ചവിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങള് തിരിച്ച് ഗാർഡ് റൂമിന്റെ അവിടെ എത്തിയപ്പോഴേക്കും ഒന്ന് പുറകോട്ട് നോക്കിയപ്പോൾ ഉണ്ട് ചൂരവടിയും കൊണ്ട് കമാൻഡറിന്റെ അടുക്കിലേക്ക് ഒരാൾ വരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞങ്ങൾ റൂമിൽ വന്നപ്പോൾ ഉടുപ്പയിലെല്ലാം ചോരയുണ്ട്. ഷിബുവിന്റെ കവള് കടന്തൽ കുത്തിയതുപോലെ വീർത്തിരിക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾക്ക് ഭോഷത്വം സംഭവിച്ചു പോയല്ലോ, പക്ഷേ കർത്താവെ ഞങ്ങളുടെ അബദ്ധങ്ങളെ മഹത്വമാക്കി തീർക്കണേ എന്നൊക്കെ ഞങ്ങള് പ്രാർത്ഥിച്ചു. സൗരങ്ങളെ 3 മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ തൊട്ടിപ്പുറത്തുള്ള ആർമി ക്യാമ്പിൽ ദൈവം ഒരു സന്ദർശനം അയച്ചു. ഒരു ക്യാപ്റ്റൻ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. ആ ക്യാപ്റ്റൻ പ്രൊമോഷൻ കിട്ടി മേജറായി മാറി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഷാജി, നീ സൈക്കിളിലല്ലേ ഇപ്പോഴും യാത്ര ചെയ്യുന്നത്, ഇവിടെ ഒരു ഇൻഡിസുസുക്കി ഇരിപ്പുണ്ട്, നീ ഇതും കൊണ്ട് പൊക്കോ. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ എൻ്റെ സൈക്കിളും കൊണ്ടൊക്കെ സുവിശേഷ വേല ചെയ്തോളാം. പക്ഷെ അദ്ദേഹം നിർബന്ധിച്ച് പലപ്പോഴും ആ ബൈക്ക് തന്ന് വിടാറുണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ പറയാൻ വന്നത്, പിന്നീട് അതുവഴി ബൈക്കിൽ പോകുമ്പോൾ ഒരുപാട് പേര് എനിക്ക് സല്യൂട്ട് തന്നിട്ടുണ്ട്. കാരണം ഈ ബൈക്കിന്റെ നമ്പർ അവർക്കറിയാം, ഈ വണ്ടി മേജറുടെ വണ്ടിയാണ്. അപ്പൊ ഞങ്ങൾ അകത്ത് പോകുമ്പോൾ വൈറ്റ് പാൻറ്റും വൈറ്റ് ഷർട്ടും ഇട്ടാ പോകുന്നത്. ഓഫീസേഴ്സും അങ്ങനെ സാധാരണ പോകാറുള്ളത്. അപ്പൊ പലപ്പോഴും ആളുമാറിയാണേലും സല്യൂട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചില സന്ദർഭങ്ങളിൽ അധികാരികളുടെ നടുവിൽ നമ്മൾ ഭാരത്തോടെ വ്യസനത്തോടെ നിൽക്കേണ്ടി വന്നാലും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും എന്ന് പരിഹസിക്കുന്നവരുടെ മുമ്പാകെ പറഞ്ഞപ്പോൾ പിന്നത്തേതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ ഇതെല്ലാം സാധിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് തന്നെ അല്പന്മാരായി തോന്നി എന്നെഴുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ശത്രുക്കളുടെ ആലോചനകളെ അഫലമാക്കുകയും, ദൈവത്തിന് സ്തോത്രം, ഉത്സാഹം കൂടെ ഉള്ളവർക്ക് ഉത്സാഹം കൊടുത്തു. ദൈവത്തിന്റെ ആ ഏൽപ്പിച്ച നിയോഗ ദൗത്യം അത് പൂർത്തീകരിപ്പാൻ ഇടയായതായി നമ്മൾ കാണുന്നു. ശ്രേഷ്ഠന്മാർ മതിലുപണിക്ക് കൈത്താങ്ങൽ കൊടുത്തില്ല, പ്രഭുക്കന്മാർ മാറി നിന്നു. സഹോദരങ്ങളെ, നിങ്ങളെ താങ്ങേണ്ടുന്നവർ ചിലപ്പോൾ തളർത്തിയെന്ന് വരാം.
നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടുന്നവർ ചിലപ്പോൾ വേദനിപ്പിച്ചു എന്ന് വരാം. നിങ്ങളെ ധൈര്യപ്പെടുത്തേണ്ടുന്നവർ പലപ്പോഴും നിങ്ങളെ ഭയപ്പെടുത്തി എന്ന് വരാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ താഴ്മയോട് പറയട്ടെ, കർത്താവാണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ, കർത്താവാണ് നിങ്ങളെ നിയോഗിച്ചതെങ്കിൽ, നിങ്ങളെ തകർക്കാനും നിങ്ങളെ ദൗത്യത്തിൽ നിന്ന് വലിച്ചു മാറ്റുവാൻ ലോകത്തിൽ യാതൊരു ശക്തിക്കും കഴിയത്തില്ല. നാം ധ്യാനിച്ചു വന്നത് 8-ാമത്തെ അധ്യായം 1-ാം വാക്യം ആയിരുന്നു. ഒരുമനപ്പെട്ട് അവരെല്ലാവരും കൂടി. നിയോഗമുള്ളവൻ ജനത്തെ അറിയിച്ചപ്പോൾ ആ വാക്കിൽ വലിയ ദൈവപ്രവൃത്തി നടന്നെന്നാണ് കാണുന്നത്. നിങ്ങൾ നിയോഗത്തോടെ പറയുന്ന വാക്കുകളിൽ ഭയങ്കര ആത്മശക്തി കാണുമെന്ന് ഓർത്തുകൊള്ളണം. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ വാക്കുകൾ ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. സംസാരിക്കുമ്പോൾ അത് കൃപയോടുകൂടിയതായിരിക്കട്ടെ, എളിമയോട് സംസാരിക്കട്ടെ, താഴ്മയോട് സംസാരിക്കട്ടെ, വിനയത്തോട് സംസാരിക്കട്ടെ. മുമ്പ് നമ്മൾ കടിച്ചുകയറി വർത്താനം പറയുന്നവരുടെ കൂടെ ആയിരുന്നെങ്കിൽ, അധികം ഒച്ചയിൽ സംസാരിക്കുന്നവരുടെ കൂട്ടായിരുന്നെങ്കിൽ മാറ്റങ്ങൾ വരുത്തണം. നമുക്കറിയാം, ഒരു 20 പേരെ ഉള്ളെങ്കിലും 2000 വാട്ട്സ് സൗണ്ട് സിസ്റ്റം വേണമെന്ന് ചിന്തിക്കുന്ന വിഡ്ഢികളായ സമൂഹമാണ് നമ്മുടെ ആളുകൾ. ഒരു മനുഷ്യന് കേൾക്കാൻ 4 ഡെസിബില് ശബ്ദം മതി. സ്തോത്രം. ഇന്ന് അതിശക്തമായ നിലയിലാണ് സൗണ്ട് സിസ്റ്റങ്ങളെല്ലാം വെച്ചിളക്കുന്നത്. ഹാർട്ട് പേഷ്യന്റിനെ അവർ ചിന്തിക്കാറില്ല. ബാസിന്റെ ശബ്ദങ്ങളെല്ലാം കൂട്ടി ജനലുകൾ പോലും പൊട്ടിപ്പോകുന്ന ശബ്ദങ്ങളാണ്. ഇതൊന്നുമല്ല സഹോദരങ്ങളെ ശരിയായ നിലപാടും സിസ്റ്റങ്ങളും ഒന്നും. അപ്പോൾ ഇതിനെല്ലാം മാറ്റങ്ങൾ വരണമെങ്കിൽ ഈ ദൈവവചനം സിസ്റ്റമാറ്റിക്കലായിട്ട് പഠിക്കുമ്പോൾ മാത്രമേ ആരാധന എങ്ങനെ വേണം, ആരാധനയുടെ രീതി എങ്ങനെ വേണം, അതിനൊരു ക്രമവും ചന്തവും ഒക്കെ വേണം. സൗണ്ട് സിസ്റ്റം പലയിടത്തും ചർച്ചകൾ ഉപയോഗിക്കുന്നത് സൗണ്ട് എഞ്ചിനീയേഴ്സ് അല്ല, ഏതെങ്കിലും കാശുള്ള അച്ചായന്മാരുടെ പിള്ളേരെ കയറ്റി അവിടെ ഇരുത്തും. അവരങ്ങോട്ടും തിരിക്കും ഇങ്ങോട്ടും തിരിക്കും. അപ്പൊ ഞാനത് പൈസ ഉള്ളവരെ വിമർശിക്കുകയല്ല. നമ്മൾ ഏതൊരു കാര്യവും ശരിയായ നിലയിൽ പരിശീലനം ലഭിക്കാത്ത ഒരാളെ ആ സ്ഥലത്താക്കിയാൽ എപ്പോഴും അബദ്ധങ്ങൾ കൂടുതൽ കാണിക്കുക സ്വാഭാവികമാണ്. അതിന് ചർച്ചപ്പോഴും പരിശീലനങ്ങൾ നൽകാൻ തയ്യാറാകണം. നാളെ ആഴ്ച ഒരാൾ മിക്സറിന്റെ മുമ്പ് ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ സംഭവമാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. അപ്പോൾ ഏതൊരു കാര്യത്തിനും പരിശീലനങ്ങൾ ആവശ്യമാണ്. സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കണം, ഓൺലൈനിലൂടെ പഠിക്കാം, അല്ലാതെ പഠിക്കാം, അതൊക്കെ എടുക്കണം. അതിൻ്റെ എത്ര ഡിസിബിൾ വേണം, എങ്ങനെ അത് മിക്സ് ചെയ്യണം, ഏത് നിലയിൽ അത് മിക്സ് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകണം സഹോദരങ്ങളെ. അപ്പോൾ ആ ആരാധന മാധുര്യമാകും. ചില ആളുകളുണ്ട്, എൻ്റെ ശബ്ദം മാത്രം ഉയർന്നു നിൽക്കണം. അങ്ങനെയല്ല. ലീഡ് ചെയ്യുന്ന ആളിന്റെ വോക്കൽ മാത്രം അല്പം കൂട്ടി നിൽക്കും, ബാക്കിയുള്ളവർ മിതമായിരിക്കും. അതിന് മിക്സ് ചെയ്യുന്നവരെ കണ്ണുരുട്ടി നിങ്ങൾ കാണിക്കരുത്. ചില ആളുകൾക്ക് കീബോർഡിന്റെ ശബ്ദം ഉയർന്നു നിൽക്കണം. അങ്ങനെയല്ല, പശ്ചാത്തല സംഗീതം എന്നാണ്. എന്തിനാണ് ഈ ഗാനങ്ങൾക്കൊക്കെയും സംഗീതം വയ്ക്കുന്നത്? അതിന് മാധുര്യം കൂട്ടാൻ വേണ്ടിയാണ്. അത് അതിൻ്റെ കോഡ്സിലും അതിൻ്റെ നോട്ട്സിലും അതിൻ്റെ സ്കെയിലിലും ഒക്കെ അതിൻ്റെ പിച്ചിലും അതിൻ്റെ ടെമ്പോയും ഒക്കെ കറക്റ്റായി വേണം പോകാൻ. കീബോർഡ് ഒരിക്കലും മാനസാന്തരപ്പെട്ടതല്ല, അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, പലയിടത്തും കറണ്ട് പോയി കഴിയുമ്പോൾ ആരാധന തീർന്നു, ആത്മാവും തീർന്നു. അങ്ങനെയല്ല. ഒരു സംവിധാനങ്ങളും ഇല്ലാതെ ഇരുന്നപ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും ആമേൻ ഇടമുറിയാതെ വന്ന സ്തോത്ര ശബ്ദങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരുമനപ്പെട്ട് കൂടി എന്ന് വായിക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ തിരിച്ചറിയണം, ഒരു കാലഘട്ടത്തിൽ ആമേൻ ദാരിദ്ര്യത്തിലും വളരെ ഞെരുക്കത്തിലും ആയിരുന്ന സമയത്ത് രക്ഷകനെ കണ്ടെത്തിയപ്പോൾ വീടടക്കം എല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് കേരളക്കരയിലെ ഒരു ഓർമ്മയുടെ സാക്ഷ്യത്തിന്റെ ചുരുളുകളാണ്. ആ കാലഘട്ടത്തിൽ അപ്പനും അമ്മയും മക്കളും അപ്പച്ചനും വല്യപ്പച്ചനും എല്ലാ യോഗത്തിനും പോകും. അന്നവരുടെ വീട് പുല്ലുവരെയായിരുന്നു. കാരണം അവധിക്കാലങ്ങളിൽ പോയി കാട്ടിൽ പോയി പുല്ല് കൊണ്ടുവന്ന് എല്ലാ വർഷമോ 2 വർഷമോ കൂടുമ്പോൾ മേയണം. അന്ന് തളിച്ച ചാണകത്തറയായിരുന്നു. അന്ന് ഓട്ടുവിളക്കും പാട്ടവിളക്കും മാത്രമേ അന്ന് ഉള്ളൂ. അന്ന് വാട്ടുകപ്പയും അമ്മയും അത് വാഴമാണം പുഴുങ്ങിത്തിന്ന ഒരു കാലമുണ്ടായിരുന്നു, ചേമ്പല പുഴുങ്ങിത്തിന്ന ഒരു കാലമുണ്ടായിരുന്നു, ചീനിയല പുഴുങ്ങിത്തിന്ന ഒരു കാലമുണ്ടായിരുന്നു. കാലം മുന്നോട്ട് പോയി. ആ പുല്ലുവരെയൊക്കെ മാറി
ഓലപ്പരയായി മാറി അല്ലേ? അല്പം കൂടെ കഴിഞ്ഞപ്പോൾ അതെന്ത് ചെയ്തു? ഷീറ്റിടുന്ന പരയായി മാറി. ചിലത് ഓടായി മാറി. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ അത് ആ ചാണകമൊക്കെ മാറിയിട്ട് സിമെന്റ് ഇടാൻ തുടങ്ങി. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ അതെന്ത് ചെയ്തു? റെഡ് ഓക്സൈഡ് അടിക്കാൻ തുടങ്ങി. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ തറയോടിടാൻ തുടങ്ങി. അത് തട്ടിട്ട വീടായി മാറി തുടങ്ങി. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ മാത്രം ഒരു പാരപ്പറ്റ് പണിയണം എന്നുള്ള തോന്നൽ വന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് എന്താ? അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ആ കെട്ടിടം വാർപ്പ് കെട്ടിടമായി മാറി. പിന്നീട് അത് മാർബിൾ ഇടണമെന്ന് തോന്നി. പിന്നെ അത് ഗ്രാനൈറ്റ് ഇടണമെന്ന് തോന്നി. പിന്നെ വെട്രിഫൈഡ് ടൈൽ ഇടണമെന്ന് തോന്നി. പിന്നെ എലിവേഷൻ മാറ്റണമെന്ന് തോന്നി. ആർക്കിടെക്ചറേയും കൊണ്ട് പിന്നെ പണിയിക്കാൻ തുടങ്ങി. കാര്യങ്ങൾ ആ തളിച്ച ചാണകത്തറയിൽ ഇരുന്നപ്പോൾ ആരോടിലൊക്കെയോ ദൈവം ഇടപെട്ടു. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നിന്റെ മക്കൾക്ക് ഞാൻ വഴി തുറക്കും, അവർക്ക് ഞാൻ വാതിൽ തുറക്കും. ആമേ. ദൈവം അരുളി ചെയ്തതിനനുസരിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയി വാതിലുകൾ തുറന്ന ചരിത്രങ്ങളാണല്ലോ പിൻതലമുറയുടെ മേൽ ഉള്ളത്. ഇന്നലകളിൽ മാനിച്ച ദൈവത്തെ ഒരു യോഗ്യതയുമില്ലാത്തടുത്ത് ആമേ കേരളക്കരയിൽ നിന്ന് ആമേ മിഡിൽ ഈസ്റ്റിലേക്ക് ദൈവം വാതിൽ തുറന്ന് അയച്ചവരുണ്ട് ധാരാളം. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അയച്ചവർ ധാരാളം. പാശ്ചാത്യ നാടുകളിലേക്ക് അയച്ച ആമേ അവസ്ഥകൾ. ആ കാലങ്ങളിൽ വിദ്യാഭ്യാസം ഒന്നും ആയിരുന്നില്ല. ദൈവം ഓരോ വാതിലുകൾ തുറന്ന് അവർ മടക്കിയ മുഴങ്കാലും അവർ വിളിച്ച നിലവിളിയും രാത്രിയുടെ യാമങ്ങളിൽ നാളത്തേക്ക് ആഹാരമില്ലാതെ ആമേ നിറഞ്ഞ കണ്ണുകളോടുകൂടി കരഞ്ഞ നാളുകൾ, ആ തുരുത്തിയിൽ കൂട്ടിവെച്ച ആ നിലവിളിയുടെ കണ്ണുനീർ ഓരോ വാതിലുകൾ തുറക്കുവാനിടയായി. കാലങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ സ്ഥിതികളെല്ലാം മാറി. ഉയർന്ന കെട്ടിടങ്ങളായി. ഹല്ലേലൂയ. ആമേ. പാർക്കാൻ വേണ്ടിയല്ല വെക്കുന്നത്, അടുത്തുള്ള ആളിനേക്കാൾ വലിയ കെട്ടിടം എന്നുള്ള മത്സരമായി. ഉയർന്ന മതിലുകളായി, റിമോട്ട് ഗേറ്റുകളായി. ആമേ. മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ കുറഞ്ഞു. ലക്ഷങ്ങൾ കൊടുത്ത് നായെ മേടിച്ചിടാൻ തുടങ്ങി. ആയിരക്കണക്കിന് രൂപ കൊടുത്ത് നേഴ്സും ആളുകളെ വെക്കാൻ തുടങ്ങി. ഇപ്പോൾ എങ്ങനെയാണ് യോഗത്തിന് വരുന്നത്? വില കൂടിയ കാറിൽ പ്രാർത്ഥിച്ച് 2 പാട്ടുമൊക്കെ കഴിയുമ്പത്തേന് എല്ലാവർക്കും മണം പിടിക്കത്തക്കവണ്ണം സുഗന്ധമായ സ്പ്രേ ഒക്കെ അടിച്ചേച്ച് അച്ചായനും അമ്മാമയും യോഗത്തിന് കയറി വരും. പാവപ്പെട്ട ദൈവദാസൻ ശ്രദ്ധിക്കും. താമസിച്ചു വന്നേച്ച് യോഗം തീരുന്ന സമയത്തിന് മുമ്പ് ആമേൻ പാസ്റ്റർ കാണണം, എന്നാൽ ഞാൻ കാണിക്കുക എന്ന് വിചാരിക്കരുതെന്ന് വിചാരിച്ച് വാച്ച് പല പ്രാവശ്യം നോക്കും. എന്താ? നിർത്തേണ്ട സമയമായി. പ്രാപിച്ച വചനം പോലും പ്രാഗൽഭ്യത്തോടെ പൂർത്തീകരിപ്പാൻ കഴിയാതെ ഭയപ്പെടുന്ന ദൈവദാസന്മാർ നേരത്തെ യോഗം നിർത്തും അല്ലേ? കാഴ്ചപ്പാടില്ലെങ്കിലും ഖജാൻജിമാരായി ട്രഷറർമാരായി തെരഞ്ഞെടുക്കുന്ന ആരെയാണ്? കാശുള്ളവരെയാണ്. അവരത് മേടിച്ചിട്ട് എന്താ ചെയ്യുന്ന? പലയിടത്തും കാണാൻ സാധ്യതയുള്ളത് എന്താണ്? അവർ അത് പലിശയ്ക്ക് കൊടുക്കും. സഭ പോലും അറിയാറില്ല പലയിടത്തും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ കൊണ്ടുവന്ന പലിശക്കാശാണ് കൊടുത്ത് പലയിടത്തും എന്ത് ചെയ്യുന്നത്? അത് ദശാംശമായി കൊടുത്ത് പല സഭകളിലും അങ്ങനെ ഒരുപക്ഷെ നടക്കുന്നുണ്ടോ എന്ന് പോലും സംശയം ഇല്ലാതില്ല. കാരണം പല അച്ചായന്മാരും പലിശയ്ക്ക് കൊടുക്കുന്ന സിസ്റ്റം പലയിടത്തും കാണാറുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നാം ഇതൊക്കെ വളരെ ഭയത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. ആമേൻ. പാമ്പറും കെട്ടി കാലും മുറിച്ച് കിടക്കുന്ന സമയത്ത് ദൈവദാസന്മാരെ വിളിക്കും. വിടുതൽ വേണം, ആശ്വാസം വേണം. എന്നാൽ തിരുവചനം പറയുന്നു, ആമേൻ, ഇന്നലകളിൽ ദൈവം നിന്നെ നടത്തിയ വിധമൊക്കെ ഓർക്കണം. നിനക്ക് തന്ന പണം അഹങ്കരിക്കാനല്ല, നിനക്ക് തന്ന പദവി നിഗളിക്കാനല്ല, നിനക്ക് തന്ന തലമുറകളുടെ ഭാവി സെറ്റപ്പുകളും മത്സരിക്കാനല്ല. ഇന്ന് രാത്രി ഞാൻ ഭയത്തോട് പറയുകയാണ്, ജനം ഒരുമനപ്പെട്ട് കൂടിയതുപോലെ ഹല്ലേലൂയ, മണവാളൻ തന്നെ മണവറയും മണവാട്ടി തന്റെ ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ എന്ന് തിരുവചനത്തിൽ പറയുന്നു. എന്റെ ആലയം ശൂന്യമായി കിടക്കുമ്പോൾ നിങ്ങൾ തട്ടിട്ട പുരകളിൽ പാർക്കാൻ ഇച്ഛിക്കുന്നു. കോടികൾ മുടക്കി വീട് പണിയും, ലക്ഷങ്ങൾ മുടക്കി മെയിൻ്റനൻസ് ചെയ്യും. പക്ഷേ കൂടുന്ന ചർച്ചിലെ കൂട്ടായ്മയുള്ള ആ സഭയുടെ ചുറ്റുമതിലെ പെയിന്റ് പോയിട്ട് എത്ര നാളായി? ആ ബോർഡിന്റെ പെയിന്റ് ഇളകി പോയിട്ട് എത്ര നാളായി? ആ ആലയം ചുക്കിലി പിടിച്ചും അതേ ചെലന്തി വല കയറിയും അതേ വളരെ വൃത്തിഹീനമായി കിടക്കുമ്പോൾ അതൊന്ന് പെയിന്റ് അടിക്കാൻ പോലും മനസ്സില്ലാത്ത ആളുകളുടെ ആത്മീയം ഇന്ന് രാത്രി തിരിച്ചറിയണം. ദൈവ പൈതലെ, നീ ആരാധിക്കുന്ന സ്ഥലത്ത് നിന്റെ ഭവനം നീ മെയിൻ്റനൻസ് ചെയ്തില്ലേലും നീ യഹോവയുടെ ആലയത്തെ കുറിച്ച് നീ എരിവുള്ളവനായിരിക്കണം. നിന്റെ കൂട്ടായ്മയെ കുറിച്ച് നിനക്ക് കൺസേൺ ഉണ്ടായിരിക്കണം. ആ കൂട്ടായ്മയ്ക്ക് വരുന്നവരെ നിന്റെ വാഹനത്തിൽ നീ കൊണ്ടുപോകാൻ, വണ്ടിയില്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ 4-5 കിലോമീറ്റർ ദൂരം പോകണം, പക്ഷെ നീയും പിക്ക് ചെയ്യണം. കാരണം വണ്ടി തന്നത് ദൈവമാണ്.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വാഹനമില്ലാത്തവരോട് നീ കമ്പാഷനേറ്റ് ആയിരിക്കണം, കരുണ കാണിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആഹാരമില്ലാത്തവർക്ക് നീ ആഹാരം മേടിച്ചു കൊടുക്കണം. സ്തോത്രം. എൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ, ആമേൻ, അദ്ദേഹത്തിന് സദാഫ്കോ കമ്പനിയിൽ ജോലിയായിരുന്ന ഒരു കാലം. അദ്ദേഹത്തിന് തുച്ഛമായ വരുമാനമാണ്. അദ്ദേഹം ചെയ്ത ഒരു കാര്യം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഞാനവിടെ വിസിറ്റിങ്ങിന് ചെന്നപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് കമ്പനിയിൽ 10-24 കൂട്ട സാധനങ്ങൾ മുഴുവൻ കണ്ടെയ്നറിനകത്ത് കയറ്റി ആ ട്രക്കിൽ ഇങ്ങനെ ഓരോ കടകളിൽ കൊണ്ടുപോകുമ്പോൾ പോകുന്ന കൂട്ടത്തിൽ എവിടെയും അറിയും ഏതെങ്കിലും സഹോദരന്മാരുടെ വീട്ടിൽ ആഹാരമില്ല, ജോലിയില്ല. ആ വീട്ടിൽ ചെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, അതേ കാട്ടിൽ നിറച്ചാണ് കൊണ്ട് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴേലും ഇദ്ദേഹത്തിന് കമ്പനിയിൽ പേ ചെയ്താൽ മതി. 6 മാസം 3 മാസം അല്ലെങ്കിൽ 7 മാസമൊക്കെ കഴിഞ്ഞിട്ട് പേ ചെയ്താൽ മതി. അത്രമാത്രം ഇദ്ദേഹത്തെ വിശ്വാസമാണ്. പക്ഷേ ഒരിക്കൽ അദ്ദേഹം നോക്കിയപ്പോൾ ലക്ഷക്കണക്കിന് രൂപ കമ്പനി കൊടുക്കാനുണ്ട്. ഇതെല്ലാം എന്നിട്ട് ഈ ഫുഡ് കൊണ്ട് കൊടുത്തതിന് ശേഷം പറയും, ബ്രദറെ, വ്യാഴാഴ്ച ഒരു പ്രാർത്ഥനയുണ്ട്, വരണേ, ഞാൻ വന്ന് കൊണ്ടുപോക്കോളാം. നാമേ, വെള്ളിയാഴ്ച ഒരു പ്രാർത്ഥനയുണ്ട്, ബ്രദറെ, വരണേ, കൊണ്ടുപോക്കോളാം. അങ്ങനെ ആ പ്രിയപ്പെട്ടവൻ ആ വണ്ടിയിൽ കയറ്റി സാധനങ്ങൾ കൊടുക്കുകയും ടാക്സി വിളിച്ച ആളുകളെ ഹയർ ചെയ്യുകയും ചെയ്ത് അനേകം ആളുകളെ രക്ഷയിലേക്ക് നയിച്ചിട്ടുണ്ട്. അവസാനം അദ്ദേഹത്തിന്റെ സ്തോത്രം കടം വീട്ടാൻ നിവൃത്തിയില്ലാതെ വന്നിട്ട് മെയിൻ റോഡ്, ചെങ്കോട്ട റോഡ് സൈഡിൽ കിടന്ന 20 സെന്റ് സ്ഥലം വിറ്റ് അദ്ദേഹം ആ സൗദിയിലെ കടം വീട്ടിയ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് സഹോദരങ്ങളെ. പക്ഷെ അതുകൊണ്ട് ഒരു ദോഷവും വന്നില്ല. സ്തോത്രം. തൻ്റെ കൂടെയുള്ളവരെല്ലാം അതേ പറഞ്ഞു വിട്ടെടുത്ത് അതിശ്രേഷ്ഠമായ നിലയിൽ ദൈവം അദ്ദേഹത്തെ മാനിച്ച്, സ്തോത്രം, 27 വർഷം അദ്ദേഹം ജോലി ചെയ്ത് റിട്ടയർ ആയിട്ടും അദ്ദേഹത്തെ വിടാതെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തി. കഴിഞ്ഞ ദിവസം അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എടാ മോനെ, എപ്പോഴാ എന്നെ പറഞ്ഞു വിടുന്നതെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് അച്ചാച്ചന് 25 വർഷം കരഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇപ്പൊ റിട്ടയർഡ് ആയിട്ടും വിട്ടില്ല അല്ലേ? എന്താ കാര്യം? കാട് വെട്ടുന്നവന്റെ കൈതയും വെട്ടത്തില്ല. സ്തോത്രം. അനേകരെ പോറ്റിയവന്റെ നന്മയുടെ വാതിൽ ദൈവം അടയ്ക്കത്തില്ല. അനേകരുടെ കണ്ണുനീരൊപ്പിയവന്റെ വഴികൾ ദൈവം അടയ്ക്കത്തില്ല. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുള്ളതിനാൽ ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് തിരുനാമത്തിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടമല്ല. ദൈവമൈതലേ, അവൻ കൂലി കുറയ്ക്കുന്ന ഒരു യജമാനനല്ല, അവൻ വാതിലടയ്ക്കുന്ന ഒരു ദൈവമല്ല. സ്തോത്രം. കറക്റ്റ്, കൃത്യമായ കണക്ക് തമ്പുരാന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? എല്ലാവരും ഒരുമനപ്പെട്ട് അവർ വന്നുകൂടി. എന്തിനാ വന്നുകൂടിയത്? ദൈവത്തെ ആരാധിക്കാൻ. ദൈവത്തെ ആരാധിക്കാൻ വന്ന ജനത്തിന് ആദ്യം കൊടുത്തത് എന്താണ്? നെഹമ്യാവ് എസ്രാ ശാസ്ത്രിയെ വിളിക്കുന്നു. എന്തിന്? വചനത്തിൽ വായിക്കുന്നു, യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. ഇന്നലെ നമ്മൾ ഇസ്രായേൽ എന്ന ആ ഒരു ജനത എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ പറയാനിടയായി. ഏബ്രഹാമിക് കവനന്റിൽ നിന്ന് ഉണ്ടായ ജനതയാണ് ഇതെന്ന് ഞാൻ ഇന്നലെ പ്രത്യേകം ഓർപ്പിച്ചു. 400 വർഷത്തിന് ശേഷം 4ാം തലമുറയ്ക്കുള്ള പ്രോമിസുകളെ കുറിച്ച് നമ്മൾ കേൾക്കാനിടയായി. ഞാൻ എടുത്തോർപ്പിച്ച ഒരു കാര്യമുണ്ട്. നിനക്ക് ഭവനമില്ലെങ്കിൽ ദൈവം കരുതും. നിനക്ക് കിടക്കാനൊരു ഭൂമിയില്ലയോ, ദൈവം കരുതും. കാരണം നിനക്ക് വേണ്ട അവകാശം ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി നന്ദിയോട് സ്തോത്രം ചെയ്യണം. നിന്റെ പരിമിതിയൊക്കെ ദൈവം എടുത്തു മാറ്റും കേട്ടോ. സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ആമേൻ, ഞാൻ എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഹല്ലേലൂയ. ജബ് മേം സഖേതി മേം താ തബ് തൂനെ മുझे വിസ്താർ കിയ എന്ന് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സ്ഥിതി മാറ്റാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് ട്രസ്റ്റ് എനി പേഴ്സൺ. നിങ്ങൾ ഒരിക്കലും മനുഷ്യരിൽ ആശ്രയിക്കരുത്. ആവശ്യങ്ങൾക്ക് ദൈവം പലരെ ഉണർത്തും. കോരസിനെ ഉണർത്തിയിട്ട് ദൈവം പറഞ്ഞു, നീ പോ എന്റെ ആലയം പണി. നെബൂഖദ്നേസർ തകർത്ത് കളഞ്ഞെങ്കിൽ ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ പോയി അത് പണിയണം. ഹല്ലേലൂയ. കോരസ് വിളംബരം ചെയ്യുമ്പോൾ പറയുന്ന കാര്യമുണ്ട്, സ്വർഗത്തിലെ ദൈവം എന്നോട് അരുളി ചെയ്തിരിക്കുന്നു, യെരൂശലേമിൽ അവൻ ഒരു ആലയം പണിയണം. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പദ്ധതികൾക്കെല്ലാം റിസോഴ്സും ദൈവ കയ്യിലുണ്ട്. നിങ്ങൾക്ക് നിയോഗം നൽകുന്ന ആ നിയോഗം വേറൊരാളുടെ ഡോളറിനെ നിങ്ങൾ കണ്ണുവെച്ച് അവര് സഹായിച്ചില്ലല്ലോ.
ഇവരാ ഫണ്ട് തന്നില്ലല്ലോ, ഇവരെന്നെ മാനിച്ചില്ലല്ലോ, ഇവരെന്നെ ഓർത്തില്ലല്ലോ, ആ കാര്യം അവിടെ പറഞ്ഞിട്ടും അവര് റെസ്പോണ്ട് ചെയ്തില്ലല്ലോ. ഡസന്റ് മാറ്റർ. നിന്റെ ഉറവ അവിടുന്നല്ല വരുന്നത്, തെക്ക് നിന്നുമല്ല, വടക്ക് നിന്നുമല്ല. നിന്റെ കരുതൽ വരുന്നത് ആരും കരുതിയിട്ടില്ലാത്തത് നീ കാണും. ആമേൻ. ആ ഒരു കണ്ണിലും കാണാത്തത്, ഒരു കാതിലും കേട്ടിട്ടില്ലാത്തത്, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ കരുതൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിലുണ്ടെന്നേ. പ്രൈസ് ഗോഡ്. 40 വർഷം ആകാശത്തിന്റെ മെസ്സ്, സ്വർഗത്തിലെ മെസ്സാണ് അവരെ നടത്തിയത്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. 40 വർഷം ഇസ്രായേൽ മക്കളെ പുലർത്തിയത് സ്വർഗീയ ഭണ്ഡാരം, അവിടുത്തെ മെസ്സാണ് അവരെ കരുതിയത്. ഇന്ന് രാത്രി നിന്റെ വിളി വ്യക്തമാണെങ്കിൽ, ഇന്നലെ ഞാൻ പറഞ്ഞത് ഓർപ്പിച്ചതുപോലെ നിന്റെ വഴിയും വ്യക്തമായിരിക്കും. ഹല്ലേലൂയ. ഞെരുക്കങ്ങളാകട്ടെ, ശാരീരിക ക്ലേശങ്ങളാകട്ടെ, മാനസിക അസ്വസ്ഥങ്ങളാകട്ടെ, പിരിമുറുക്കങ്ങളാകട്ടെ, എല്ലാത്തിലും ആമേൻ. കഴിഞ്ഞ ദിവസം പലരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾപ്പാനിടയായി തീർന്നു. വളരെ ആങ്സൈറ്റിയിലായിരുന്നവർ, ഡിപ്രഷനിലായിരുന്നവരൊക്കെ ഈ വചന പഠനത്തിൽ ആത്മീയ ജീവൻ പ്രാപിപ്പാനും ആരോഗ്യം പ്രാപിപ്പാനും ഇടയായി തീർന്നു. അതേ ദൈവമക്കളെ, നാം കൂടി വരുമ്പോൾ പ്രയോറിറ്റി ഗാഡ്സ് പ്രസൻസിനാണ്, ഗാഡ്സ് വേർഡിനാണ്, ദൈവ വചനത്തിനാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആമേൻ, എല്ലാവരെയും കൂട്ടിവരുത്തിയിട്ട് ടാബ് ഓപ്പൺ ചെയ്തെന്നല്ല എഴുതിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ആലയത്തിൽ പോകുമ്പോൾ നിന്റെ ഈ ആത്മാവിന്റെ വാളൂടെ കൊണ്ടുപോകണം. ചിലരുണ്ട്, മമ്മിയെ ഏൽപ്പിക്കും, ഭർത്താവും പറയും എടി പിടിച്ചോടി, പിള്ളാരും പറയും അമ്മ പിടിച്ചോ. എന്താ മോനെ നീ പിടിച്ചാ കുഴപ്പം? എന്താ സഹോദര നീ പിടിച്ചാ കുഴപ്പം? സഹോദരി മാത്രം ചുമട്ടു തൊഴിലാളിയാണോ? ദൈവത്തിന്റെ വചനം ചുമക്കുന്ന എല്ലാവരും ദൈവം ആഗ്രഹിക്കും, അത് വേറൊരു കാര്യം. പക്ഷെ നിന്റെ വാൾ നീ അരക്കി കെട്ടണ്ടേ? സ്തോത്രം. ആമേ. ദൈവത്തിന്റെ പുസ്തകം എടുക്കുന്നതിനും എന്താ ഇത്ര മടി? പ്രൈസ് ലോർഡ്. എന്താ ഇത്ര അലസത? ആമേൻ. ആപ്പിൾ ഫോൺ പിടിക്കുന്നതിന് മടിയില്ലല്ലോ മോനെ. സ്തോത്രം. വില കൂടിയ സാധനങ്ങളൊക്കെ കൈപ്പിടിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ പുസ്തകം എടുക്കുന്നത് നീ കർത്താവിനെ ചുമന്നുകൊണ്ട് നടക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തിരുവചനത്തിന്റെ മഹത്വവും ശക്തിയും നമ്മൾ തിരിച്ചറിയണം. ഈ തിരുവചനം ആമേൻ ഒരു യാമത്തോളം ജനം വായിച്ച് കേൾക്കുകയാണ്. ആരൊക്കെയാ കേട്ടെന്ന് അറിയാമോ? ആമേൻ. ഇത് വായിക്കാൻ എസ്രാശാസ്ത്രി നിർത്തുന്നു. അദ്ദേഹം വളരെ വൃദ്ധനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ആമേൻ. മോശ മുഖാന്തരം യഹോവ അരുളി ചെയ്ത ന്യായപ്രമാണ പുസ്തകം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ പൈതലേ, നീ ആദ്യം ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ എടുത്തു വെക്കേണ്ടത് വിശുദ്ധ വേദ പുസ്തകമാണ്. ഫസ്റ്റ് പ്രയോറിറ്റി നീ കൊടുക്കേണ്ടത് ദൈവത്തിനാണ്, ദൈവ വചനത്തിനാണ്. ഹല്ലേലൂയ. ഇതില്ലാത്തൊരു യാത്ര നിനക്ക് പാടില്ല. ഇത് നിന്റെ കയ്യിലുണ്ടെങ്കിൽ പലതിൽ നിന്നും ഈ വചനം നിന്നെ തടയും. പ്രൈസ് ഗോഡ്. ഇതെടുത്തുകൊണ്ട് പോയാൽ അനാവശ്യ സംഭാഷണം നിന്നെ തടയും. ആമേ. ഇതും കൊണ്ട് നീ പോയാൽ നിന്റെ അരുതാത്ത നോട്ടം തടയപ്പെടും, അരുതാത്ത ചിന്ത തടയപ്പെടും, അരുതാത്ത ബന്ധങ്ങളോട് വിട പറയും. കാരണം എന്താ? ഇത് ദൈവാത്മാവിന്റെ വാളാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് നിന്നെ ഡിഫെൻഡ് ചെയ്യുവാൻ, നിനക്ക് ഡിഫൻസ് ആയിട്ടിരിപ്പാൻ, ഇത് നിന്നെ സംരക്ഷിക്കുവാൻ, ഇത് നിന്നെ ഗൈഡ് ചെയ്യുവാൻ ഉള്ള ദൈവത്തിന്റെ ആമേ ആത്മാവിന്റെ വെളിച്ചമാണിത്. നിന്റെ പാതയ്ക്ക് ഡെയിലി കിട്ടുന്ന ടോർച്ചാണത്. കാരണം ഈ ലോകം ഇരുട്ടിന്റെ അധികാരത്തിൽ കിടക്കുകയാണ്. ആമേ. ഈ അന്ധകാര ലോകത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും എനിക്കും നിങ്ങൾക്കും തിരുവചനത്തിന്റെ പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ തിരുവചനം വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി ഒരു യാമത്തോളം സമയം രാവിലെ മുതൽ ഉച്ചവരെ ബോറിംഗ് ഉണ്ടോ? ഇല്ല. പ്രൈസ് ലോർഡ്. നമുക്കറിയാം. ആമേൻ. മിഡിൽ ഈസ്റ്റിൽ അതുപോലെ പല രാജ്യങ്ങളിലും മണിക്കൂറിനാണ് സമയം. സ്തോത്രം. 2 മണിക്കൂറിന് അതെ, ഞങ്ങൾ അർമേനിയയിൽ നല്ല പേജ് നമ്മുടെ ഇതിൽ ചെയ്യേണ്ടതായി വന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പല സ്ഥലത്തും പേ ചെയ്താണ് ഇത്. അപ്പൊ ആ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ പരിപാടി തീർത്തിട്ട് ഇറങ്ങി വരണം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പാർക്കുന്നിടത്ത് സമയപരിധിയില്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിനെ നിങ്ങളുടെ ഹൃദയം കൊണ്ട് സ്തുതിക്കുന്നതിന് ഡ്രൈവ് ചെയ്യുമ്പോൾ, കുക്ക് ചെയ്യുമ്പോൾ, നിങ്ങളുടെ അനുദിന കാര്യങ്ങളിലായിരിക്കുമ്പോൾ യഥേഷ്ടം ദൈവസേനയിൽ ആനന്ദിക്കാമല്ലോ. അതുകൊണ്ട് റീഡ് ദ ബൈബിൾ എവറി ഡേ.
മെഡിറ്റേറ്റ് ദ ബൈബിൾ എവറി ഡേ. അറ്റ്ലീസ്റ്റ് ഒരു വാക്യമെങ്കിലും നിങ്ങൾ മെമ്മറി ചെയ്യണം. സ്തോത്രം. അത് നിങ്ങൾ അന്നത്തെ ദിവസം മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കണം. നമ്മൾ ഈ 22-ാമത്തെ ദിവസം രാത്രിയിലായിരിക്കുമ്പോൾ 44ഓളം സന്ദേശങ്ങൾ കേട്ടു. ഇതിൽ മിക്കപ്പോഴും എല്ലാ സെഷനുകളിൽ നമ്മൾ ഇങ്ങനെ വായിപ്പാനിടയായിത്തീരുന്നു. അതിന് ഞാൻ അവരോട് പറഞ്ഞത്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ച് തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഇന്ന് രാവിലെ നമ്മൾ കേട്ടല്ലോ. ആമേൻ. ഹല്ലേലൂയ. കാനഡയിൽ നിന്ന് വിസ കിട്ടാതെ ഭാരപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. പാസ്പോർട്ട് ഇല്ലാതെ ഭാരപ്പെട്ടു. എല്ലാ മണിക്കൂറുകൾക്കകം അവിടെ എല്ലാം ഉരുവിട്ടത് എന്താണ്? സ്വർഗത്തിലെ ദൈവം, സ്വർഗത്തിലെ ദൈവം, സ്വർഗത്തിലെ ദൈവം. ഇത് പറഞ്ഞുകൊണ്ട് നടാ. ഹെവൻലി ഫാദർ. അപ്പൻ കടന്നുപോയെങ്കിൽ മോനെ നിനക്ക് വേണ്ടി ഒരു സ്വർഗീയ അപ്പനുണ്ട്. അപ്പൻ കടന്നുപോയെങ്കിൽ മകളെ നിനക്ക് സ്വർഗീയ ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനം വായിക്കണം. ഒരിക്കൽ ഞാൻ പിക്ചർ നാള എന്ന് പറയുന്ന സ്ഥലത്ത്, ഒരു ദ്വീപിൽ ഞാൻ ഇങ്ങനെ 17 എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക. ഞാൻ യാത്ര ചെയ്യുമ്പോൾ സൈക്കിളിലാ പോകുന്നത്. ഇച്ചിരി കാട്ടിനകത്തൂടെ പോകുമ്പോൾ എൻ്റെ കാലിൽ ഒരു പാമ്പ് കയറി ചുറ്റി. സ്തോത്രം. ഞാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങി പേടിച്ചു പോയി. കാല് കുടഞ്ഞിട്ട് പോകുന്നില്ല, ചുറ്റിയിരിക്കുക. അന്ന് രാവിലെ ഞാൻ വായിച്ച വചനം ഇതായിരുന്നു: സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ ബലിച്ചു കളയും. ഈ വാക്യം ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ ബലിച്ചു കളയും. ആവർത്തിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടിക്കളയുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. ഈ വചനം ഇങ്ങനെ തുടർമാനമായി 2 വാക്യം ഉരുവിട്ടപ്പോൾ കാലിൽ ചുറ്റിയ പാമ്പ് തനിയെ അഴിഞ്ഞു വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് വേർഡ്. ദൈവ വചനം ഉരുവിടുക. നിന്റെ പ്രതിസന്ധി നീ ഉരുവിടേണ്ടത് ദൈവവചനമാണ്. അവിടെ നിനക്ക് പാസ്റ്ററിനെ വിളിച്ചിട്ട് കാര്യമില്ല, വിശ്വാസികളെ വിളിച്ചിട്ട് കാര്യമില്ല. നീ തന്നെ നിന്റെ വിഷയത്തിൽ ജയമെടുത്ത് മുന്നേറണം. എങ്കിൽ മാത്രമേ ആരോഗ്യപരമായ ഒരു ക്രിസ്തീയ നേതൃത്വ നിരയിലേക്ക് നിനക്ക് വരാൻ കഴിയൂ. എപ്പോഴും മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം വളരത്തില്ല. സ്തോത്രം. എപ്പോഴും ഒരു കുഞ്ഞിനെ നിങ്ങൾ എടുത്തുകൊണ്ട് നടന്നാൽ ഒരിക്കലും ആ കുഞ്ഞ് നടക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അത് നടക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ വിടണം. നിങ്ങൾ ഭയപ്പെടരുത്, ഫ്രീ ആയിട്ട് വിട്. നടക്കുമ്പോൾ കുഞ്ഞിന് വ്യായാമം ഉണ്ടാകും, അപ്പൊ വിശപ്പുണ്ടാകും, ദാഹം ഉണ്ടാകും. സ്തോത്രം. അത് നിർബന്ധിച്ചൊന്നും കൊടുക്കണ്ട. നല്ല വിശപ്പ് തരുമ്പോൾ അല്പനേരം പിന്നെയും കൊടുക്കാതിരിക്കണം, അപ്പൊ വീണ്ടും ആവേശം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പം വിശന്ന് കാഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ കഴിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ്? ദൈവവചനത്തിന് 1-ാം സ്ഥാനം നൽകണം സഹോദരങ്ങളെ. എൻ്റെ ഏറ്റവും മൂത്ത സഹോദരന്റെ മൂത്ത മകൾ, അവർക്ക് അദ്ദേഹത്തിന്റെ 2 പെൺമക്കളാണ്. അവർ 2 പേരും ഡോക്ടേഴ്സാണ്. ആ മൂത്ത മകളുടെ ഹസ്ബൻഡ് അനസ്തിസ്റ്റ് ആണ്. ആ മോള് ഇങ്ങനെ ലേബർ റൂമിൽ കയറി. ഞാൻ ആ സമയത്ത് ഒരു കല്യാണത്തിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എനിക്ക് മെസ്സേജ് ഇട്ടു, ഷാജി പപ്പ തിയേറ്ററിലാണ്. സ്തോത്രം. ഡെലിവറിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അല്പം കഴിഞ്ഞു, മണിക്കൂറുകൾ കഴിഞ്ഞു, ഡെലിവറി നടക്കുന്നില്ല, കത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ആ മോൻ എനിക്ക് മെസ്സേജ് ഇട്ടു. വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് എൻ്റെ ഉള്ളിലുണ്ടായി. പെട്ടെന്ന് ഞാൻ കർത്താവിനോട് ഇങ്ങനെ കരഞ്ഞു: ദൈവമേ, അങ്ങയുടെ തിരുവചന പ്രകാരം ഒരു സുഖകരമായൊരു വിടുതൽ നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു വാക്യം കയറി ഞാൻ പിടിച്ചു. 66-ാം അധ്യായം യെശയ്യാവിന്റെ പുസ്തകം 9-ാമത്തെ വാക്യം. യെശയ്യാ 66:9. ഈ വാക്യം ഞാൻ ആ മോനെ അയച്ചു കൊടുത്തു. മക്കളെ, ഈ വാക്യം പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നു. ഈ വചനം വെച്ച് നീ പ്രാർത്ഥിക്കേ. ദൈവത്തിന്റെ കരം ഈ വചനത്തിന്റെ ശക്തിയാൽ ആ ലേബർ റൂമിൽ വെളിപ്പെടും. എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രസവിക്കുമാറാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. റാമാനാദി ശഗദുൽഗജനഗസിയ. യേശുവിന്റെ നാമത്തിൽ ജയം കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ തിരുവചനത്തിന്റെ ശക്തി നിങ്ങൾ അറിയണം കേട്ടോ. എന്താണ്? ഞാൻ പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ
പ്രൈസ് ഗോഡ്. കർത്താവിന്റെ മക്കളെ, ദൈവം നമ്മളോട് ഒരിക്കൽ അരുളി ചെയ്താൽ ആമേൻ, ആമേൻ, അത് തെറ്റാതെ നിവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ ആ വാക്യം ഇട്ട് ഭക്ഷണം കഴിക്കാൻ നിന്നില്ല. വിവാഹം കഴിഞ്ഞ ഉടനെ ഞാൻ വൈഫിനോട് പറഞ്ഞു, മോളമേ വേഗം നമുക്ക് പോകാം. ആമേ, സ്തോത്രം. കോംപ്ലിക്കേറ്റഡ് ആണ് വിഷയം, പക്ഷേ ഒരു വചനം ദൈവം എനിക്ക് തന്നു. ആ വചനത്തിന്റെ ശക്തി ദൈവം അവിടെ അയക്കേണ്ടതിന് നമുക്ക് വാഹനത്തിൽ പ്രാർത്ഥിച്ചു പോകാം. 10-30 കിലോമീറ്റർ ഇപ്പുറം ഞാൻ പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ വചനപ്രകാരം വിടുതൽ നടക്കും. കുഞ്ഞിന്റെ കരച്ചിൽ നമ്മൾ കേൾക്കും. ദൈവത്തിന് സ്തോത്രം. ഞങ്ങള് ആ വാഹനത്തിൽ ഇരുന്ന് നിരന്തരം പ്രാർത്ഥിച്ച്, ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ച്, ഞങ്ങൾ അവിടെ ലേബർ റൂമിന്റെ മുമ്പിൽ ചെന്നപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുക. ദൈവത്തിന് സ്തോത്രം. കത്തി വെച്ചില്ല കേട്ടോ. ഇന്ന് രാത്രി ഞാൻ താഴ്മയോട് പറയട്ടെ, ദൈവ പൈതലെ, ഈ വചനം നീ വായിക്കേ, ഈ വചനം നീ മനഃപ്പാടമാക്ക്. നിന്റെ പ്രതിസന്ധിയെ നോക്കി വചനം ഉരുവിട്. ആമേൻ. ബുദ്ധിയില്ലാത്ത നിന്റെ കുഞ്ഞിന്റെ തലയെ കൈവച്ചിട്ട് പറ, ആമേൻ, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഭത്സിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ആമേൻ പിതാവിനോട് അപേക്ഷിപ്പീൻ. ആ വചനം പിടിച്ച് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ. ഓ റബാനഗശസിയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വഴിയില്ലാതെ ഭാരപ്പെടുകയാണോ? ഇന്ന് രാത്രി വചനം വെച്ച് പ്രാർത്ഥിക്കേ. ജനലക്ഷങ്ങൾക്ക് ആമേൻ ചെങ്കടലിൽ വഴി തുറന്ന കർത്താവേ, ഇന്ന് രാത്രി എനിക്ക് വേണ്ടി അവിടെ എഴുന്നേൽപ്പാൻ ശക്തനാണെന്ന് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കേ. വടക്കിനോട് തരിക, തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കുന്ന വചനം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കേ. ആരോടൊക്കെയോ ഇന്ന് രാത്രി അസാധാരണമായി ദൈവാത്മാവ് ഇടപെടുകയാണ്. നിന്നെ സ്ഥിരപ്പെടുത്തത്തില്ലെന്ന് പറഞ്ഞ ശത്രുവിന്റെ മുമ്പാകെ നിന്നെ ഉറപ്പിച്ച് അടിസ്ഥാനമിട്ട് ആണിക്കല്ലിട്ട് അതിന്മേൽ പണിതുയർത്തി നിന്റെ മുഖം കുനിക്കുന്നിടത്ത് നിന്റെ തല ഉയർത്തി നിൽക്കാൻ ദൈവത്തിന് വാതിൽ തുറക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി കഴിയും. ഓ യേശുവിന്റെ നാമത്തിൽ ആ വചനം നിങ്ങൾ വ്യാപരിക്കട്ടെ. ദൈവത്തില് ആ വചനം വ്യാപരിക്കട്ടെ, ആ വചനം വ്യാപരിക്കട്ടെ, ആ വചനം വ്യാപരിക്കട്ടെ. ഓ, യേശുവിന്റെ നാമത്തിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മ വളരെ ശക്തമായി ഇടപെടുകയാണ്. നീ പ്രാപിച്ച വചനമാണ് നിന്റെ ആത്മീയ ബലം, അതാണ് നിന്റെ വഴി, അതാണ് നിന്റെ പ്രത്യാശ, അതിലാണ് നിന്റെ നന്മ, അതിലാണ് നിന്റെ റിസോഴ്സ്, അതിലാണ് നിന്റെ സാധ്യതകൾ, അതിലാണ് നിന്റെ ജ്ഞാനം, അതിലാണ് നിന്റെ അറിവ്, അതിലാണ് നിന്റെ ഉയർച്ച, അതിലാണ് നിന്റെ നേട്ടം, അതിലാണ് നിന്റെ അഭിവൃദ്ധി, അതിലാണ് നിനക്കുള്ള സകല ബ്ലെസ്സിംഗ്. Praise God. Hallelujah. Return to the word of God. ദൈവ വചനത്തിലേക്ക് മടങ്ങി വരിക. 1000 പേർ നിന്റെ തലമുറ നശിക്കുമെന്ന് പ്രവചിച്ചാലും, 10,000 പേർ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവചിച്ചാലും, നീ ഉറക്കെ പറയണം, അത്യുന്നതന്റെ ചിറകിൻ അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലും കീഴിലും കർത്താവേ എനിക്ക് പാർത്താൽ നീ തന്നെ എനിക്ക് പരിചയമായിരിക്കും. സ്തോത്രം. യുദ്ധ ദിവസത്തിൽ നീ എന്റെ തലയ്ക്ക് ശിരസ്ത്രമിടുന്നു എന്ന് വചനത്തിൽ കാണുന്നു. സ്തോത്രം. എന്നാൽ വൈ ട്രബിൾസ്? എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ? എന്നെ ദൈവാത്മ ഓർപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചു പറയാൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത് വാക്യം നമ്മൾ എന്ത് കാണുന്നു? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത് വാക്യം എന്താണ് എഴുതിയിരിക്കുന്നത്? അവിടെ തമ്പുരാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? കനാനിലെ യുദ്ധങ്ങളൊന്നും കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത്. അപ്പൊ കണ്ടോ എന്താ പറയുന്നത്? കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെ ഒക്കെയും പരീക്ഷിക്കേണ്ടതിന്, ഇസ്രായേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിന്. 2, യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാകരുത്. അപ്പൊ എന്താണ്? തന്റെ മക്കൾ ജയാളികളായിരിക്കണം, അല്ലേ? പ്രൈസ് ഗോഡ്. ജയാളികളായിരിക്കണം. വാക്തത്വം ഉണ്ടെങ്കിലും ചുമ്മാ കിട്ടത്തില്ല, പോരാടിയേ പറ്റൂ. ആമേൻ, ആമേൻ. കനാൻ നാട് ദൈവം ഫ്രീ ആയിട്ടാ പറഞ്ഞത്, പക്ഷേ എല്ലാവരും യുദ്ധം ചെയ്ത് അവകാശമാക്കണം. ഇന്ന് രാത്രി തിരിച്ചറിയണം, ഫ്രീ ആയിട്ട് പലതും തലമുറകൾക്ക് കിട്ടുമ്പോഴാണ് അതിന്റെ വാല്യൂസ് അറിയാതെ പോകുന്നത്. അമ്മ കരയാനുണ്ട്, മമ്മ പ്രാർത്ഥിച്ചോളും, പപ്പ പ്രാർത്ഥിച്ചോളും, നോ പ്രോബ്ലം. പക്ഷേ അപ്പം പെട്ടിയിലായി നിത്യതയെ പോകും, അമ്മയും വിളിച്ച് പോകും. പക്ഷേ അമ്മയിൽ പകർന്നത്, അപ്പനിൽ പകർന്നത് പിന്തുടരുവാൻ ദൈവം വിളിച്ചവന്റെ പിറകിൽ അനുഗാമികൾ വേണം. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നാം നിർത്തിയെടുത്ത് നമ്മുടെ തലമുറകൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള വിശ്വാസം, ആമേൻ, നിന്റെ അമ്മ, ആമേൻ,
ലോവീസിലും വെല്ലുമ്മച്ചി യൂനിക്കയിലും ഞാനത് കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തിമത്യോസിൽ പകർന്നത് എന്താണ്? അവന്റെ അമ്മയിൽ അതുണ്ടായിരുന്നു, അവന്റെ വെല്ലുമ്മച്ചിയിൽ അതുണ്ടായിരുന്നു. എന്റെ ശരീരം മുഴുവൻ വചനം പറയുമ്പോൾ ദൈവശക്തിയാൽ നിറയുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കണം, കർത്താവേ, ബ്ലസ് മൈ ലോർഡ്, ബ്ലസ് മൈ ഫാമിലി, ബ്ലസ് മൈ ചിൽഡ്രൻ ലോർഡ്. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണം, എന്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കണം, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, എന്റെ തലമുറകളെ അനുഗ്രഹിക്കണം കർത്താവേ. അത് തലമുറയായി, ജനറേഷൻ ടു ജനറേഷൻ, ഹല്ലേലൂയ, അത് കൈമാറത്തക്കവണ്ണമുള്ള ഒരു ദൈവകൃപയിലേക്ക് നയിക്കണമെന്ന് എത്ര ജീവിതങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ഇസ്രായേലിനെ എനിക്ക് പരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്, അവരുടെ പിൻതലമുറകളെ എനിക്ക് യുദ്ധം അഭ്യസിപ്പിക്കണം. അപ്പൊ എന്താണ്? നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ കുഞ്ഞൊരു പ്രതിസന്ധിയിലൂടെ പോകുന്നെങ്കിൽ ഓർത്തോണം, അവനിപ്പോൾ ദൈവത്തിന്റെ ട്രെയിനിങ് പാളയത്തിനകത്താ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ ജീവിത പങ്കാളി വേണ്ടുമെന്ന് ദൈവകൃപയിൽ വന്നില്ലെങ്കിൽ, അവരൊരു പരിശോധനയിൽ പോകുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, ദൈവം അവരെ ശരിയായി യുദ്ധം പഠിപ്പിക്കാൻ ഇട്ടിരിക്കുകയാണ്. ആദ്യം മസിൽ പിടിക്കും, വലിയ ഗുസ്തിയൊക്കെ പിടിക്കും, വലിയ തർക്കവാദങ്ങളൊക്കെ നടത്തും. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി പോരാട്ടങ്ങളൊക്കെ ചെയ്യും, അല്ലേ? എന്നാൽ ഇന്ന് രാവിലെ നമ്മളൊരു ടെസ്റ്റ് മണി കേൾപ്പാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇനി യേശുപ്പച്ചനുമായി ഒരു കൂട്ടായ്മയും വേണ്ട എന്നും പറഞ്ഞു പോയ ഒരു പൈതൽ ഓസ്ട്രേലിയയിൽ നിന്ന് ടെസ്റ്റ് മണി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അവസാനം അവൾ തോറ്റുപോയ വിഷയത്തിന്റെ നിയമം ദൈവം തമ്പുരാൻ മാറ്റിയിട്ട് ആമേൻ അവളെ പാസ് ഔട്ട് ആക്കി തിരിച്ചുവിട്ട കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവൾ എന്താ പറഞ്ഞത്? രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് കരയാൻ തുടങ്ങി, ഓൾ നൈറ്റിൽ നിന്ന് കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി, ദൈവസ്ഥനെ നിരന്തരം കരയാൻ തുടങ്ങി. ആവശ്യക്കാര് രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് കരഞ്ഞു, അല്ലാത്തവര് ഫ്രീ ടൈം ഇരുന്ന് കരഞ്ഞു എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടില്ലായിരുന്നോ? വാക്തത്വങ്ങളെ മുറുകെ പിടിച്ച് കരയാൻ തുടങ്ങി. ഇല്ലാത്ത നിയമത്തെ തടസ്സമായി നിന്ന നിയമത്തെ ദൈവം എടുത്തു കളഞ്ഞു. സ്തോത്രം. ദൈവം അത്ഭുതം പ്രവർത്തിപ്പാനിടയായി. ഇന്ന് രാത്രിയിലും ദൈവമക്കൾ തിരിച്ചറിഞ്ഞു കൊള്ളണം. സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ജീവിത പങ്കാളികൾ ഒരു ശോധനയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഓർത്തോണം, അതൊരു പണിപ്പുരയാണ്. 144 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ആരാ? ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞു കൊള്ളണം, നിങ്ങൾ ഈ 40 ദിവസത്തെ തിരുവചന ധ്യാന പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ നിങ്ങളൊരു പണിപ്പുരയിൽ ദൈവം നിങ്ങളെ കയറ്റി വെച്ചിരിക്കുകയാണ്. തെറ്റായുള്ള പല ചിന്താഗതികളും പഴക്കം കൊണ്ട് ശരിയാകത്തില്ലെന്നുള്ള കാര്യം നമ്മൾ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. എവിടെ ഞാൻ താഴണം അവിടെ ഞാൻ താണേ മതിയാവും. ഞാൻ എവിടെ ഇറങ്ങിച്ചെല്ലണം അവിടെ ഇറങ്ങി വന്നേ പറ്റുകയുള്ളൂ. എന്റെ പിടിവാശിയാണോ കുടുംബജീവിതത്തിന്റെ തടസ്സം, അത് ഞാൻ മാറ്റിയേ മതിയാകുകയുള്ളൂ. എന്റെ ഭർത്താവിനോട് കുറെ കൂടെ സ്നേഹത്തോടും കരുതലോടും കൂടെ മുന്നോട്ട് ചെല്ലേണ്ടത് ആവശ്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലണം. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ കളിക്കാൻ പോകരുത്. സ്തോത്രം. നമ്മുടെ ചിന്ത കൊണ്ട് കളിക്കാൻ പോകരുത്, നമ്മുടെ വാക്ക് കൊണ്ട് കളിക്കാൻ പോകരുത്, നമ്മുടെ പൊസിഷൻ കൊണ്ട് കളിക്കാൻ പോകരുത്, നമ്മുടെ ഡിഗ്രി കൊണ്ടും നമ്മുടെ കുടുംബ മഹിമ കൊണ്ടും വീട്ടിലെ ഷെയറിന്റെ വലിപ്പം കൊണ്ടൊന്നും നമ്മൾ പോരാടാൻ പോകരുത്. ആരും ഓർത്തുകൊള്ളണം, ആകുന്നത് കൃപയാലാണ്. ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, കുടുംബ ജീവിതം തികഞ്ഞ ധാരണയിൽ തന്നെ പോകണം. സ്തോത്രം. ഹോർമോൺ വേരിയേഷൻ കൊണ്ട് ചിലരുടെ സമയങ്ങൾ വളരെ മൂഡ് ഓഫ് ആയിരിക്കും. ചിലപ്പോൾ ഒരു കാര്യം വേണ്ട, ചുമ്മാതാണേലും ദേഷ്യപ്പെടും. ഒരു മരുമോൾ ഒരു ദിവസം തീരുമാനിച്ചു, ദൈവവചനം കേട്ടിട്ട് ഇനി അമ്മായിയമ്മയ്ക്ക് ഒരു മറുപടിയും കൊടുക്കാൻ പോകുന്നില്ല. സാധാരണ അമ്മായിയമ്മയോട് വഴക്കുണ്ടാക്കുന്ന സഹോദരി വചനം കേട്ടപ്പോൾ സമർപ്പിച്ചു. അപ്പോൾ അന്ന് അമ്മായിയമ്മ നോക്കിയിട്ട് അവൾ വഴക്കുണ്ടാക്കുന്നില്ല. അപ്പൊ കട്ടിലിന്റെ അടുക്കി ചെന്ന് കിടക്കാൻ നേരം അമ്മായിമ്മ അന്ന് ഇങ്ങനെ മുട്ടി നിൽക്കുക. വൈകുന്നേരം ആയപ്പോ ഏങ്ങി ചെന്നിട്ട് പറയാം, എടി ഇന്നെന്താ നീ എന്നോട് വഴക്കുണ്ടാകാൻ? നോക്കണേ, അപ്പൊ സമാധാനത്തോടെ കിടക്കാൻ സമ്മതിക്കുകയല്ലേ, ഇന്നെന്താ നീ എന്നോട് വഴക്കുണ്ടാക്കാൻ ചെയ്യുന്നു? നോക്കണേ, അപ്പോഴും മൗനമായിരുന്നു. സ്തോത്രം. ചില സമയത്തൊക്കെ സർജിക്കൽ ടേപ്പൊക്കെ ഒന്ന് ഒട്ടിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. സ്തോത്രം. സഹോദരങ്ങളെ, ദൈവം പ്രവർത്തിക്കണമെങ്കിൽ പലയിടത്തും നമ്മൾ മൗനമായിരിക്കണം. സ്തോത്രം. വൃത്തിയായ മാതാവ് അബദ്ധത്തിൽ ഓർമ്മ കുറവുണ്ടെങ്കിൽ, നമുക്കറിയാം ഡിമെൻഷ്യയുടെ അസുഖം ഉണ്ടെങ്കിൽ അവർ കഴിച്ചേച്ച് കൈ കഴുകി കഴിഞ്ഞാലും ഉറക്ക വിളിച്ചു പറയും, ഇവളെനിക്കൊന്നും തരുന്നില്ലേ എന്ന് പറയും. ഞാനൊരു വീട്ടിൽ വിസിറ്റിങ്ങിന് ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുക, അമ്മച്ചിക്ക് കാപ്പിയും കൊടുത്തേച്ച് മോൾ ഇറങ്ങി വരിക.
ആ കാപ്പി കൊണ്ട് ഇറങ്ങി വരുന്നതും കൊടുക്കുന്നതും അമ്മച്ചി കുടിക്കുന്നതും ഞങ്ങൾ കണ്ട്. പക്ഷെ കുടിച്ച് ആ ടവല് വെച്ച് മുഖം തുടച്ചുടനെ അമ്മ ഒച്ചത്തിൽ നിലവിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് ഇവളൊരു കാപ്പി വെള്ളം പോലും തരുന്നില്ലേ നാട്ടുകാരെ. സ്തോത്രം. ഞാൻ നേരിട്ട് കേട്ട കാര്യമാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഇപ്പോഴില്ലേ കാപ്പി വെള്ളം ആ അമ്മച്ചിക്ക് കൊടുത്തേ. അപ്പൊ എന്നോട് പറഞ്ഞു, ദേവദാസനെ, അമ്മച്ചിക്ക് ഓർമ്മക്കുറവുണ്ട്, ഞങ്ങൾ എന്തോ ചെയ്യും, നാട്ടുകാർക്കെല്ലാം ഈ വിവരം അറിയാം. അപ്പൊ നമ്മൾ തിരിച്ചേച്ച് വാട്സപ്പിൽ ഇടരുത്, ഈ തള്ള ചാകാൻ ഒന്ന് വിഷയം വെച്ച് പ്രാർത്ഥിക്കണേ. അവര് മരിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഏതാണ് വ്യവസ്ഥ? ഈ തള്ള ചത്തെങ്കിലേ ഒന്ന് സ്വസ്ഥമായിട്ട് ഒരു കുടുംബജീവിതം നയിക്കാനൊക്കെ. ഡോണ്ട് പ്രേ, ഡോണ്ട് പ്രേ, ഡോണ്ട് പ്രേ. ഒരിക്കലും നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കരുത്. സ്തോത്രം. നിങ്ങൾക്ക് തന്ന മാതാവ്, നിങ്ങൾക്ക് തന്ന പിതാവിനെ നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോ കർത്താവിനെ അവരിൽ കണ്ട് ശുശ്രൂഷിക്കണം. കർത്താവില് അവരെ കണ്ട് ശുശ്രൂഷിക്കണം. ഞാന് ജബലാലിയിൽ ഇങ്ങനെ 12 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവിടുത്തെ ചർച്ചപോണ്ട്, ദുബൈയിലെ ഏറ്റവും വലിയ ചർച്ചാണല്ലോ ചർച്ചപോണ്ട്, ആ ചർച്ചിൽ കണ്ടിന്യൂ ആയി 2 വീക്സ് ഞാൻ പ്രീച്ച് ചെയ്തപ്പോൾ, ഞാൻ യോഗം കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും ബാക്കിൽ വരും പ്രായമുള്ള അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ കൊണ്ട് കാണാം. ഏതാണ്ട് ഒരു 76 വയസ്സുള്ള ഒരു അമ്മച്ചി ബാക്കിൽ ഇരിപ്പുണ്ട്. ഞാൻ ചെന്ന് അമ്മച്ചി അങ്ങ് ഹഗ് ചെയ്ത്, അമ്മച്ചി ഭയങ്കര വിങ്ങി അങ്ങ് കരഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്താ കരയുന്നത്? പ്രസംഗിക്കുന്ന ആളുകളെല്ലാം അവിടെ വന്നിട്ട് അങ്ങ് പോകും. പക്ഷേ അമ്മേ, എന്നെ ഒന്ന് ഇറങ്ങി വന്ന് കാണാൻ ഒരു മനസ്സുണ്ടായല്ലോ, അതുകൊണ്ട് നന്ദിയോടെ ഞാൻ അങ്ങ് സന്തോഷം കൊണ്ട് അങ്ങ് കരഞ്ഞു പോയത്. എല്ലാ ദിവസവും ഞാൻ വരും. അപ്പൊ അമ്മച്ചി ചിരിച്ചോണ്ട് നിൽക്കും, ഞാൻ ചെന്ന് ഹഗ് ചെയ്യുന്നത് കാണാൻ വേണ്ടി. സഹോദരങ്ങളെ, നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു ആലിംഗനം ഒരുപാട് പേരുടെ മുറിവുണക്കും. അമേൻ. നിങ്ങളുടെ അംഗീകാരത്തിന്റെ ഒരു തലോടൽ ഒരുപാട് പേരെ ആശ്വസിപ്പിക്കും. അമേൻ. നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു ചോക്ലേറ്റ് കൊടുക്കുന്നതായിരിക്കും, പ്രൈസിൽ ഒരു പൂ മേടിച്ചു കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അമേൻ സ്തോത്രം അവർക്കൊരു ടവല് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. സ്തോത്രം. ആമേൻ. അമ്മ ചിലപ്പോൾ കൂടെ നിങ്ങൾക്ക് മിസ് കോൾ അടിച്ചെന്നിരിക്കും, മോടെ വിവരം അറിയാൻ, മോന്റെ വിവരം അറിയാം. അന്നേരം എല്ലാം തിരിച്ചു പറയും, എന്താ തള്ളെ പറഞ്ഞില്ലയോ തിരിച്ചു വിളിക്കാമെന്ന്. അവരാരുടെ ശബ്ദമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ തന്നെയാ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അവര് വേറെ ആരുടെയും ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ എഴുതുന്ന ഒരു എഴുത്തുണ്ടെങ്കിൽ അവരൊരിക്കലും കീറിക്കളയത്തില്ല, അതിന്റെ കവർ ഉൾപ്പെടെ തലയണ കിഴി വെക്കും. എന്നിട്ട് അത് ഒരു പ്രാവശ്യമല്ല അവർ വായിക്കുന്നു, അനേകം പ്രാവശ്യം അവർ വായിക്കും. ഓരോ കത്തെടുക്കുമ്പോഴും അവരെ ചുംബനം കൊടുക്കും. കാര്യം എന്താ? എന്റെ കുഞ്ഞയച്ച കത്ത. സ്തോത്രം. ഒരുപക്ഷെ അവർക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് കാണും, എല്ലാം കാണും, പക്ഷേ ഡസൻ മാറ്റർ. അപ്പനെ അമ്മയെ ഒരിക്കലും നിങ്ങൾ വീതം വെക്കരുത്. അവർക്ക് എത്ര ഉണ്ടെങ്കിലും നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ ഓഹരിയെങ്കിലും എല്ലാ മാസവും നിങ്ങളുടെ ഭർത്താവിന്റെ അമ്മയ്ക്കും കൊടുക്കണം, നിങ്ങളുടെ അമ്മയ്ക്കും കൊടുക്കണം, നിശ്ചയമായി കൊടുക്കണം. മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന വിഷയത്തിൽ ഒരിക്കലും കണക്ക് പറയരുത്. നിങ്ങൾ പട്ടിണി കിടന്നാലും കൊടുക്കണം, അതൊരിക്കലും നഷ്ടമല്ല. കാരണം നിങ്ങളുടെ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് പോലെ, നിങ്ങളുടെ പിതാവ് മനസ്സ് നിറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് പോലെ ഒരിക്കലും ആരും അനുഗ്രഹിക്കത്തില്ല, ഒരു പാസ്റ്ററും അനുഗ്രഹിക്കത്തില്ല. കാരണം നിനക്ക് നന്മയുണ്ടാകാനും നിനക്ക് ദീർഘായുസ്സുണ്ടാകാനും ദൈവം പറഞ്ഞിരിക്കുന്ന പ്രമാണം എന്താണ്? സ്തോത്രം. നിന്റെ അപ്പനെയും നിന്റെ അമ്മയും ബഹുമാനിക്കുക. എന്റെ അമ്മായിയമ്മയെ ഞാൻ കരുതും, എന്റെ അമ്മയെ കരുതും. എന്റെ സഹോദരന്മാർ ഉദ്യോഗസ്ഥരാ, അവർ കൊടുത്തോ ഇല്ലയോ എനിക്ക് വിഷയമല്ല, എനിക്ക് ഞെരുക്കമാണോ ഇല്ലായ്മ, നോ പ്രോബ്ലം. അമ്മേ, പക്ഷേ അവരുടെ അനുഗ്രഹം അമ്മേ എപ്പോഴും വലിയ അനുഗ്രഹം തന്നെയാണ്. സഹോദരങ്ങളെ, പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു. തിരുവചനത്തിന്റെ പ്രാധാന്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു വന്നത്. ഇതിൽ തന്നെ 3 ദിവസമായി 6 സെഷനായി കണ്ടിന്യൂ നിൽക്കുകയാണ്. നമുക്ക് ആ പുസ്തകം തീർക്കുക എന്നുള്ളതല്ല, ഇതിലൂടെ ദൈവത്തിന് നമ്മളോട് ഇടപെടാൻ എന്തൊക്കെയുണ്ടോ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ അറിയണം, എന്തൊക്കെ തിരുത്തണം, എന്തൊക്കെ വിട്ടുപോയി. ആമേൻ സ്തോത്രം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. ആമേൻ. വലിയൊരു സമ്മേളനത്തില് വട്ടപ്പെട്ടി ഈട്ടിപ്പെട്ടിയാക്കി അതിന് കാശ് കൊടുത്ത് എല്ലാ സംവിധാനങ്ങളും കൊടുത്ത് വലിയ പാട്ടുകാരെയും വിളിച്ച് വലിയ ദൈവദാസന്മാരെ എല്ലാം വിളിച്ചുള്ള ഒരു അടക്കമല്ല നിന്റെ അമ്മ ആഗ്രഹിക്കുന്നത്, നിന്റെ അപ്പൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആര് കൊണ്ട് ചെന്ന് അടക്കിയാലും കർത്താവിനോടുകൂടെ ജീവിച്ചവർ നിത്യതയിലെത്തും. അതുകൊണ്ട് ജീവനോടിരിക്കുമ്പോൾ വിളിക്കണം. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒക്കുന്നിടത്തോളം നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും പോയി കാണണം. അവിടെ ഒരു ഹോം നേഴ്സിനെ ആക്കി വലിയൊരു പട്ടിയാക്കിയത് കൊണ്ട് അവർ സംതൃപ്തരല്ല. സ്തോത്രം. ഹല്ലേലൂയ. അമ്മയോടും അപ്പനോടും സംസാരിക്കാൻ നിങ്ങൾ സമയം കൃത്യമായി മാറ്റി വയ്ക്കണം. പ്രൈസ് ലോർഡ്. കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. താങ്ക് യു ജീസസ്. മേഴ്സി സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. അത് കഴിഞ്ഞ് നമ്മെ ജിമ്മി പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. രാമാനാശകതുനി ഘടകമനകസിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പാ സമ്പൂർണമായി തരുന്നു അപ്പാ. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ മുറ്റുമായി തരുന്നു കർത്താവേ, ഞങ്ങളെ മുറ്റുമായി തരുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദാസനിലൂടെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം കർത്താവേ. അപ്പാ ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പലപ്പോഴും കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾ കുറവുള്ളവരാണ് കർത്താവേ. ഹല്ലേലൂയ ബലഹീനരായി പോകുന്ന അവസ്ഥകളുണ്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, എങ്കിലും ഞങ്ങളെ നന്നായി അറിയുന്ന കർത്താവ് അങ്ങയുടെ ദാസനിലൂടെ പിന്നെയും ഹല്ലേലൂയ ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അപ്പാ ഞങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ പിന്നെയും ഞങ്ങളെ താഴ്ത്തുന്ന കർത്താവേ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഉത്തമമായ ജീവിതം ഞങ്ങൾക്ക് വേണം കർത്താവേ. അതിനായി നീ ഞങ്ങളെ അനുദിനം പണിയണമേ കർത്താവേ, അനുദിനം നീ പണിയണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനായി ഞങ്ങളെ മുറ്റുമായി തരുന്നു കർത്താവേ, ഞങ്ങളെ തരുന്നു അപ്പാ. ഞങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവേ, നിന്റെ രാജ്യത്തിൽ ഞങ്ങളെ അവകാശികളാക്കി നീ ഞങ്ങളെ തീർക്കണം. അതിന് തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ കുറവുകളുണ്ട് കർത്താവെ. വീണ്ടും വീണ്ടും അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങളെ പിന്നെയും നീ അത് ഓർമ്മിപ്പിക്കുന്നതിനാൽ സ്തോത്രപ്പ. എത്രത്തോളം എന്റെ കർത്താവിന്റെ ഞങ്ങൾ ഹാലലിയ കരങ്ങളിലെ ഹാലലിയ ഞങ്ങളെ താഴ്ത്താമോ അത്രത്തോളം ഞങ്ങളെ താഴ്ത്തുവാന് കർത്താവേ നീ പിന്നെയും കൃപത. നിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാപ്പ. നിന്റെ കൃപയില്ലാതെ ഒരു ഹാലലിയ സ്റ്റെപ്പ് പോലും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല പിതാവേ. ഹാലലുയ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കുക കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ സ്വയം എല്ലാം ഉരുകി പോകട്ടെ പിതാവേ. ഹല്ലേലൂയ. ഈ വചനത്താൽ ഞങ്ങളുടെ സ്വയങ്ങളെല്ലാം പോകട്ടെ പിതാവേ. ഹല്ലേലൂയ. സ്തോത്രപ്പ. ക്രിസ്തുവാകുന്ന ഭാരമേൽ നീ ഞങ്ങളെ ഉറപ്പിക്കുക കർത്താവേ. ഹല്ലേലൂയ. പലപ്പോഴും ആടിപ്പോകുന്ന അവസ്ഥകൾ ഹല്ലേലൂയ ഞങ്ങൾക്ക് കടന്നു വരുന്ന കർത്താവേ. നിശ്ചയമായി കർത്താവേ ഞാനത് ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ബലഹീനതയിൽ ബലപ്പെടുത്തുന്ന അവിടുത്തെ അത്യുന്നതമായ ശക്തി ഹല്ലേലൂയ പിന്നെയും ധാരാളമായി പകര് ഹല്ലേലൂയ. അതിനായി ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ ദാസനെ ഇത്രത്തോളം അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചല്ലോ. ഹല്ലേലൂയ. പിന്നെയും അവിടുത്തെ കൃപയ്ക്കുള്ളിൽ അവിടുന്ന് പൊതിയുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം സ്തോത്രം. കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ദാസനെ അവിടുന്ന് ഹല്ലേലൂയ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദാനം കൊടുത്ത മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാം പിന്നെയും അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. വചനം ഹല്ലേലൂയ കർത്താവേ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സംഗ്രഹിക്കുക മാത്രമല്ല കർത്താവേ, അത് ഞങ്ങളിൽ അത് പ്രവൃത്തിപഥത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അത് 30 ഹല്ലേലൂയ 60 100 മേനിയായി ഞങ്ങൾ വിളയട്ടെ. അത് സൽഫലം കായ്ച്ചു വിളയട്ടെ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. അത് അനേകർക്ക് അത് ഹല്ലേലൂയ പകരപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഈ ദിനങ്ങളിൽ കർത്താവേ നീ അതിനായി ഹല്ലേലൂയ. താഴ്ചയും കാൽവറി രക്തത്താഴ്ചയും ഞങ്ങളുടെ തലമുറകളിൽ മേൽ അത് വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവേ സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. ഓരോരുത്തരും അവരവരുടേതായ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രാപിച്ചത് ഹല്ലേലൂയ കർത്താവേ അത് മറ്റുള്ളവർക്ക് ഹല്ലേലൂയ വിളമ്പി കൊടുപ്പാൻ തക്കവണ്ണം, പകർന്നു കൊടുപ്പാൻ തക്കവണ്ണം കർത്താവേ ദിനങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തന്നാട്ടെ കർത്താവേ. ഞങ്ങളുടെ തലമുറകൾ കർത്താവേ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അവരെ തന്നെ താഴ്ത്തി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം അവർക്ക് ഉണ്ടാകട്ടെ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ മകളുടെ ഹല്ലേലൂയ ഹല്ലേലൂയ സാക്ഷ്യം ഹല്ലേലൂയ കേട്ടതുപോലെ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അപ്രകാരം ഒരു മനസ്സ് അവർക്ക് ഉണ്ടാകട്ടെ കർത്താവേ. ദൈവസന്നിധിയിൽ അവരെ ഒന്ന് കാണുവാൻ, ഒന്ന് കണ്ടുടരുവാൻ ഒരു മനസ്സ് ദൈവം അവർക്ക് കൊടുക്കണമേ. ഞങ്ങളുടെ കൂട്ടാളികൾക്ക് കൊടുക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ളതായ ഒരു ഹല്ലേലൂയ ഉറച്ച തീരുമാനം ഓരോ കുടുംബങ്ങളിൽ മേലും ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ ദിനങ്ങളിൽ കർത്താവേ നീ ഇടയാക്കണമേ. ഹല്ലേലൂയ. നെഹമ്യാവിനെ ആലയം പണിയുവാൻ ഹല്ലേലൂയ കർത്താവെ മതിൽ പണിയുവാൻ ഏൽപ്പിച്ചതുപോലെ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അത് ഞങ്ങൾ അവിടുന്ന് ഭരമേൽപ്പിച്ചിരിക്കുന്നു കർത്താവെ. ആയതിനാൽ കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെ പണിയുവാൻ കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ അവിടുന്ന് ഞങ്ങളെ ഹല്ലേലൂയ
ഹാലലിയ കർത്താവ് ദിനങ്ങളിൽ പിന്നെയും ശക്തീകരിക്കണമേ കർത്താവെ. ഞങ്ങൾക്ക് ബലം പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃപാദപീഠത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പിന്നെയും കർത്താവെ പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആയിരിക്കുന്ന സമയങ്ങളൊക്കെയും കർത്താവെ കർത്താവെ നിന്നെ മാത്രം ആശ്രയിച്ച് ജീവിപ്പാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തന്നാട്ടെ. സ്തോത്രം കർത്താവെ. സമസ്ത വിഷയവും താഴ്ത്തി ഏൽപ്പിക്കുന്നു പിതാവെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകലവടികൾക്കായി ജീവനെ തന്ന യേശുപ്പച്ചന്റെ തന്നെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകണമേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അടിയങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗത്തിലെ അപ്പച്ച, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവെ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചൊല്ലുന്നു കർത്താവെ. ഇത്രത്തോളം ദൈവിക പാദപീഠത്തെങ്കിലേക്ക് അടിയങ്ങൾക്ക് കടന്നു വന്ന ദൈവസന്നിധിയിലായിരിക്കാൻ സർവകൃപാലുവാകുന്ന ദൈവം അവിടുന്ന് ഇടയാക്കിയ നല്ല കൃപകൾക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. പ്രത്യാന വചനം ശുശ്രൂഷിപ്പാൻ കർത്തദാസനെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചല്ലോ കർത്താവെ. നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചൊല്ലുന്നു കർത്താവെ. അത് കടന്നു വന്ന എല്ലാ മക്കൾക്കും അനുഗ്രഹമാക്കി സ്വർഗത്തിലെ ദൈവം തീർത്തത് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചൊല്ലുന്നു കർത്താവെ. അല്ലെങ്കിൽ കർത്താവെ ഉപവസിക്കുന്ന എല്ലാ മക്കളെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം ബലപ്പെടുത്തുമാറാകണമേ, ദൈവം ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനങ്ങൾ പിന്നെയും പഠിക്കുവാനും ഹല്ലേലൂയ കർത്താവെ, അതിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തന്ന് ഹല്ലേലൂയ കർത്താവെ, അത് അടിയങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവെ അനുഗ്രഹമായി തീരുവാൻ, അല്ലെങ്കിൽ അനേകരെ ദൈവത്തിങ്കിലേക്ക് നേടുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച് ദൈവം ഞങ്ങളെ നിർത്തിയ നല്ല അനുഭവത്തിനായി കർത്താവെ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുക കർത്താവെ. ഈ രാത്രി ദൈവത്തിന്റെ കരുതലും കാവലും എല്ലാം ഞങ്ങളുടെ മേൽ കൂടെ ഇരുന്നല്ലോ. ശക്തിയോട് ഹല്ലേലൂയ കർത്തദാസനെ ദൈവം ഹല്ലേലൂയ ഉപയോഗിച്ചത് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചൊല്ലുന്നു കർത്താവെ. പിന്നെയും ഹല്ലേലൂയ കർത്താവെ ദൈവനാമ മഹത്വത്തിനാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സ്വർഗം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവകരങ്ങളിലേക്ക് സകലത് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരമല്ലു മറകണമേ. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവമച്ച യേശു നാമത്തിൽ തന്നെ ആമേൻ. ഒരുമിച്ച് ആശീർവാദം പഠിച്ച എല്ലാവരും ഒരുമിച്ച് ആശീർവാദം പറഞ്ഞാട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും എല്ലാവരും തരുന്ന വാക്യങ്ങളെല്ലാം പഠിക്കണം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ താമസിച്ച നാളെ മോർണിംഗിൽ നമുക്ക് വീണ്ടും കാണാം. കർത്താവിന്റെ ഉള്ളങ്കയിൽ നിങ്ങളെ പരിപാലിക്കട്ടെ. നാളെ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കർത്താവ് ആരുടെയും ആരാധന നിങ്ങൾ മുടക്കരുത്. നിങ്ങളുടെ ആരാധനയ്ക്ക് കൃത്യമായ സമയത്ത് നിങ്ങൾ സംബന്ധിക്കുക. വർഷിപ്പിന് പോകാൻ കഴിയാത്തവരുണ്ടെങ്കിൽ നാളെ മോർണിംഗ് 8 o'clock നിങ്ങൾ ഹാജരാകുക. വലിയവനായ ദൈവത്തിന്റെ സ്ഥാനത്ത് നിങ്ങളോടുകൂടി ഇരിക്കുമ്പോഴായിട്ട് ഓൾ ദ ബെസ്റ്റ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. യെസ്. ഒരു മാസത്തിൽ കൂടുതലായിട്ട് ശ്വാസം മുട്ടലും ചുമയായിട്ട് ഭാരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. വല്ലാതെ ശ്വാസം മുട്ടലുണ്ട്. ആൻസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ സിസ്റ്ററിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ബാക്കി എല്ലാവരും അൻസിയോടൊപ്പം ഉള്ളിൽ പ്രാർത്ഥിക്കുക. അന്യഭാഷകളിൽ അധികാരത്തോട് പ്രാർത്ഥിക്കുക. Praise God. Elizabeth, യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തോടടുത്ത് കർത്താവേ ആമേ നിങ്ങൾ ഐക്യതം പെറ്റ് ആമേന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഏത് കാര്യത്തിന് പിതാവ് പുത്രന് മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരുമെന്നുള്ള എന്റെ കർത്താവിന്റെ വാഗ്ദത്ത വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ദാസിക്ക് വേണ്ടി ദാസിദാസന്മാരായിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സാക്ഷാരോഗങ്ങളെ വഹിച്ച കർത്താവ് അങ്ങയുടെ അടിപ്പിണരുകളാ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ഇതാ ഞാൻ രോഗശാന്തി ആരോഗ്യം വരുത്തി ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് ഞങ്ങളുടെ വചനമുണ്ട്. നിന്റെ നാമത്തെ ഭയപ്പെടുന്ന ഞങ്ങൾക്ക് നീതി സൂര്യ രോഗോപശാന്തിയോടെ വെളിപ്പെടുമല്ലോ. യേശുവിന്റെ
അധികാരമുള്ള നാമത്തെ ഞങ്ങൾ നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമി കേട്ടുന്നത് സ്വർഗത്തിൽ കേട്ടപ്പെട്ടിരിക്കുമെന്ന് അങ്ങയുടെ വചനത്തിലുള്ളത് പോലെ ദാസിദാസന്മാരായിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് നിന്റെ ദാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാത്രികാലം പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുക്കുമറകണമേ. അടിപ്പിണരുകളാതി വിടുവിക്ക് മറകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേ ശ്വാസമുട്ടിന്റെ അസ്വസ്ഥത, രോഗബന്ധനങ്ങൾ, ഓമേ രോഗമെന്ന് പോലെ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ. അതിനെ കിടപ്പിലാക്കുവാൻ നോക്കുന്ന ദുഷ്ട വ്യാപാരങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ അഴിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തെ പൂർണ്ണ സൗഖ്യവും ആരോഗ്യം രാത്രി തന്നെ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വീടുകളിലെ ഐക്യമറകണം. ഉച്ച മുതൽ ഉള്ളംകാലി വരെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത വ്യാപാര ശാഖി ഐക്യമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസങ്ങൾ കർത്താവെ മഹിമ കണ്ട സാക്ഷിയാക്കി എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായ സ്തോത്രം. രാത്രി സുഖമായ ഉറക്കത്തെ കൊടുക്കുമറകണമേ. രോഗബന്ധനം കർത്താവ് വിടുവിച്ചതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ ധൈര്യമായിട്ട് കേട്ടോ. താങ്ക്സ്. പ്രൈസിലോട് പാസ്റ്ററുകളെ, പറഞ്ഞോ. മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. അവൾക്ക് ഇന്നലെ രാത്രി തൊട്ട് പനിയും തലവേദനയും വയറുവേദനയും കഴിക്കുന്ന എല്ലാം അങ്ങ് ഛർദിക്കുക. പ്രൈസ് ഗോഡ്. എബി എബ്രഹാം പ്രാർത്ഥിച്ചാട്ടെ. അവനെ എബി എബ്രഹാം പ്രാർത്ഥിക്കും. താങ്ക് യു ജീസസ്. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സ്തോത്രം 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 സ്തോത്രം. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. എബി ഉണ്ടോ? Praise God. Thank you, Lord. Yes. Amen. 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 Okay. പ്രാർത്ഥിക്കാം. ഞാനൊന്ന് പ്രാർത്ഥിക്കാം. യെസ്. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതിസന്ധിയാൽ എൽസയുടെ മകൾ ഭാരപ്പെടുന്നോ, എൻ്റെ ദൈവത്തിന്റെ കൈ ഞങ്ങളുടെ പൈതലിന്റെ മേൽ വയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 7-ാമത്തെ ഏതിലും തിന്മ നിന്നെ തൊടുകയില്ലെന്ന് കൽപ്പിച്ച ദൈവം ഇന്ന് രാത്രി അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെ നേരം പുലരുമ്പോൾ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ആ കുഞ്ഞിന് സൗഖ്യമായെന്ന് കേൾക്കാൻ അവിടുന്ന് ഇടയാക്കിയാൽ അത് അങ്ങയെ സ്തുതിപ്പാൻ കാരണമാകുമല്ലോ. കർത്താവേ, ഏത് പരിശോധനയും അങ്ങ് അനുവദിക്കാതെയല്ല വരുന്നത്, അങ്ങ് അറിയാതെയല്ല വരുന്നത്. ആകയാൽ എൻ്റെ പ്രാണപ്രിയ അങ്ങയുടെ കരങ്ങളിലേക്ക് എൽസയും ജേക്കബിനെയും പൈതങ്ങളെയും ദൈവകരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവമഹത്വം കാണാൻ പരിശുദ്ധാത്മ സഹായിക്കണം. നന്മയ്ക്കായി എല്ലാം ചെയ്യും. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ പിതാവേ. ആമേൻ. 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 സ്തോത്രം സ്തോത്രം. ആനി സിസ്റ്ററെ, അമ്മച്ചി ഒന്ന് കാണീര്. അമ്മച്ചി സ്തോത്രം. അമ്മച്ചി ഇങ്ങനെ ഇടയ്ക്ക് സന്തോഷത്തോടെ വചനം കേൾക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അമ്മച്ചിക്ക് മീറ്റിംഗ് വളരെ സന്തോഷമാലിയോ? സന്തോഷം. അമ്മച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 81. ഓ, പ്രൈസ് ഗോഡ്. അപ്പൊ ഇപ്പം എക്സ്ട്രാ അലവൻസ് ഇട്ടിരിക്കുക അതെയോ അല്ലയോ? ആട്ടമ്മച്ചി. കർത്താവേ, ഈ വാത്സല്യ അമ്മച്ചിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മച്ചിമാരൊക്കെ ആയുസ്സോടെ ഇരിക്കട്ടെ, അവരാരോഗ്യത്തോടെ ഇരിക്കട്ടെ. ഞങ്ങൾക്കൊക്കെയും വേണ്ടി പ്രാർത്ഥിക്കാൻ വിശ്വസ്തരായ മാതാക്കൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. വിശ്വസ്തരായ പിതാക്കന്മാർ ഞങ്ങൾക്ക് ആവശ്യമാണ്. അയാൾ അമ്മച്ചിയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവേ അങ്ങയുടെ മഹത്വം കാണാൻ സഹായിച്ചത് വത്സല്യ മാതാവിനെ ശുശ്രൂഷിക്കുന്ന സിസ്രാനിക്കായി സ്തോത്രം കർത്താവേ. നല്ല മനസ്സോടെ ദൈവത്തിൽ ശുശ്രൂഷിപ്പാൻ കൊടുത്ത ആ സമർപ്പണത്തെ ആദരിക്കണമേ. തലമുറയായി ഇത് കണക്കിടണമേ. തിരുനാമത്തിൽ കുടുംബത്തിലുള്ള എല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥന കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ. ആമേൻ. അടവച്ച കർത്താവ് അനുഗ്രഹിക്കട്ടെ. See you morning. Bye. Okay. God bless you.